ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ദാനമായി തന്ന ഒരു വലിയ നിമിഷത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സാക്ഷികൾ കേട്ടപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ അമ്മകാലിലെ കണ്ണുനീരോട് അല്ലെങ്കിൽ സങ്കടത്തോടെ ദൈവത്തോട് ചോദിച്ച ചില മറുപടിയാണ് ചില സാക്ഷികൾ കേട്ടത്. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കൂടുതലായി ആ സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോഴാണ് എന്നെ കൂടുതലായി ആര് ബലപ്പെടുത്തിയത്? കർത്താവ് ബലപ്പെടുത്തിയത്. അതിനെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അത് മാത്രമല്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച അമ്മകാലിലെ സ്തോത്രം അങ്ങനെ ഒരു പ്രാർത്ഥിക്കണം, മെസ്സേജ് ഇടണമെന്ന് ചിന്തിച്ചിട്ട് ക്യാൻസൽ ചെയ്തതാണ്. പ്രൈസ് സ്തോത്രം. അത് വേണ്ടാന്ന് തീരുമാനിച്ചതാണ്. എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച നമുക്ക് വേണ്ട, അടുത്ത ആഴ്ച മതിയെന്ന് തീരുമാനിച്ചു. പിന്നെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടാണ് സ്തോത്രം ഇടപെട്ടു. അത് മാത്രമല്ല, രാവിലെ സ്തോത്രം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്കൊന്നൊരു 1 മണിക്കൂർ ഞങ്ങളുടെ വേസ്റ്റായി. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ മഴയില്ലായിരുന്നു. 2 വീലർ ആയതുകൊണ്ട്, മഴയില്ലാത്തതുകൊണ്ട് 2 വീലർ ഇറങ്ങി വന്നേ സ്തോത്രം. ഇവിടെ എത്താൻ പറ്റിയില്ല. അതിന് മുമ്പേ മഴ പെയ്ത് ഒരിടത്ത് കയറിയിരുന്നു. ഒരു മണിക്കൂർ മേൽ 1.5 മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിൽക്കുക. അപ്പോൾ ഞാൻ മെസ്സേജ് വേണ്ട, പ്രാർത്ഥന വേണ്ട, നമുക്ക് പോയി ക്ലീൻ ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോവാം. പ്രൈസ് ലോർഡ്. അങ്ങനെ തീരുമാനം എടുത്തതാ സ്തോത്രം. അവസാനം മഴ തോരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു നനഞ്ഞു പോവാന്ന്. നനഞ്ഞു വന്നതാ. പ്രൈസ് ലോർഡ്. അന്ന് നനഞ്ഞു വന്ന് കയറിയിരുന്ന് ഇട്ട മെസ്സേജ് അത്. പ്രൈസ് ലോർഡ്. അപ്പൊ ദൈവത്തിന് അതിന്റെ പിന്നിൽ നമ്മുടെ ബുദ്ധിക്കും ചിന്തകൾക്കും ആഗ്രഹത്തിനും അപ്പുറത്താ ദൈവത്തിന്റെ പ്രവൃത്തിയെന്ന് ഇന്ന് സാക്ഷ്യം കേട്ടപ്പോഴാ ഞാൻ ദൈവത്തെ സ്തുതിച്ചു പോയ കാര്യം എന്തുവാ? സ്വന്തം ഓരോ കണ്ണുനീരിനും ഓരോ പ്രാർത്ഥനയ്ക്കും ഓരോരുത്തർക്കും വേണ്ട മറുപടി ആര് വെച്ചിട്ടുണ്ട്? കർത്താവ് വെച്ചിട്ടുണ്ട്. നമ്മൾ മറന്നാലും ആര് മറക്കത്തില്ല. അപ്പോൾ ഓർത്തോണം, നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിന് നമ്മൾ ആരാ? സ്പെഷ്യൽ വ്യക്തികളാ. ഇന്ന് പകൽ ഓർത്തോണം പ്രിയ ദൈവമക്കളെ. നമ്മളെ നോക്കി ചിലർ പറയും, അയ്യോ നിങ്ങളെ കുടുംബം എന്താ രക്ഷപ്പെടാത്തത്? സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങളെ തലമുറ എന്താ രക്ഷപ്പെടാത്തത്? അങ്ങനെ എന്തെങ്കിലും വാക്ക് കേൾക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും തലമുറ വന്ന് അവര് രക്ഷപ്പെട്ടു കേട്ടോ, ഇത് പറയുന്നത് നമ്മളെ കുത്തിക്കൊണ്ടാ പറയുന്നത്. അപ്പോഴേ ഓർത്തോണം, എന്റെ തലമുറ ആര് കണ്ടിട്ടുണ്ട്? കർത്താവ് കണ്ടിട്ടുണ്ട്. എന്റെ തലമുറ ലോകമല്ല കണ്ടിരിക്കുന്നത്, ലോക വ്യക്തികളല്ല കണ്ടിരിക്കുന്നത്. എന്റെ കുടുംബത്തെ ലോക വ്യക്തികളല്ല കണ്ടിരിക്കുന്നത്. എന്റെ കുടുംബത്തെ ആര് കണ്ടിട്ടുണ്ട്? കർത്താവ് കണ്ടിട്ടുണ്ട്. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ അത് ആർക്കും ഇത് ചെയ്യാൻ പറ്റത്തില്ല, തടയാൻ പറ്റത്തില്ല. അപ്പൊ ആരനുഗ്രഹിക്കണം? കർത്താവ് അനുഗ്രഹിക്കണം. ഞാൻ അതേപോലെ ഒരു കാര്യം ഇവിടെ ദൈവമക്കളെ ഞാൻ പറയാം. നമ്മൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്താൽ ഉറച്ചോ, ഈ തീരുമാനം പൊളിക്കാണ് ആര് നോക്കുന്നത്? പിശാച് നോക്കുന്നത്. അത് ചിലപ്പോൾ നമ്മളെ ഭവനത്തിനകത്തുള്ളവരാവാം, പുറത്തുള്ളവരാവാം, നമുക്ക് വേണ്ടപ്പെട്ടവരാവാം. പക്ഷേ നമ്മൾ ആരെടുത്ത് എടുത്തിരിക്കുന്നത്? ദൈവത്തോടെ തീരുമാനം എടുത്തേക്കുന്നത്. സ്തോത്രം. ഞാൻ പലപ്പോഴും തീരുമാനമെടുത്ത് ആ തീരുമാനം എനിക്ക് പലപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ തന്നിട്ടുണ്ട്. എന്റെ ജീവിതത്തിനകത്ത് ഒരുപാട് സങ്കടങ്ങൾ തന്നിട്ടുണ്ട്. മാറിയിരുന്ന് കരയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നതിന്റെ എല്ലാം അവസാനം ഞാൻ കരഞ്ഞതെല്ലാം ഞാൻ ഒരുപാട് സന്തോഷിക്കുവാൻ ഇടവരുത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും അല്ല എനിക്ക് സന്തോഷിക്കാൻ ഇട തന്നിട്ടുള്ളത്. അപ്പോഴെല്ലാം എനിക്ക് കണ്ണുനീരും ദുഃഖവും ഒറ്റപ്പെട്ട് മാറ്റി നിർത്തുന്ന ചില അവസ്ഥയായിരിക്കും. പക്ഷേ ആ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ, അതുകൊണ്ടാണ് ഞാൻ ദൈവമക്കളോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒറ്റപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നമ്മളെ ചേർത്ത് പിടിക്കുവാൻ ആളുണ്ടായിട്ടും ചേർത്ത് പിടിക്കാതെ നമ്മൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യവാനാണ്. കാര്യം എന്തുവാ? അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗം നമ്മളെ ചേർക്കും. സ്വർഗം അപ്പോഴല്ല മറുപടി തരുന്നത്. സ്വർഗം കുറച്ചുകൂടി കഴിഞ്ഞിട്ടാ മറുപടി തരുന്നത്. കാര്യം എന്തുവാ? നമ്മുടെ അവസാനം വരെ നമ്മൾ നിൽക്കുന്നത് ആര് നോക്കും? സ്വർഗം നോക്കും. എന്നിട്ട് അനുഗ്രഹം തരുമ്പോഴും അതേപോലെ ആയിരിക്കും തരുന്നത്. അവിടെ ഒറ്റപ്പെട്ടു പോകുമ്പോഴും, നിന്ദിക്കപ്പെട്ടു പോകുമ്പോഴും, പരിഹാസപ്പെട്ടു പോകുമ്പോഴും വീട് പോകല്ലേ, അവിടെ സന്തോഷിച്ചോണം. കാര്യം എന്തുവാ? ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്.
സ്തോത്രം. ചിലപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ദൈവം പറഞ്ഞത് സ്ട്രെയിറ്റ് ആയിട്ട് ദൈവം പറഞ്ഞായിരിക്കും കൊണ്ടുപോകുന്ന അനുസരിച്ച് എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്, ഒരുപാട് വിരോധങ്ങളുണ്ട്, ഒരുപാട് പേരെന്റെ വീഴ്ച കാത്തിരിക്കുന്നുണ്ട്. എനിക്കറിയാം. അത് ഞാൻ ചെല്ലുമ്പോൾ എല്ലാം പലയിടത്തുനിന്ന് എനിക്ക് ആ നെഗറ്റീവ് അനുഭവങ്ങൾ അടിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ പോസിറ്റീവ് എനർജിയോട് പിടിച്ചു നിൽക്കുന്നതിന്റെ കാര്യം എന്തോന്നറിയോ? എന്റെ ദൈവം എന്നോട് പറഞ്ഞതാ. ദൈവം പറഞ്ഞ വാക്കൊരിക്കലും മാറിപ്പോത്തില്ല. മനുഷ്യൻ പറഞ്ഞ വാക്ക് പലപ്പോഴും എന്ത് ചെയ്യും? മാറിപ്പോകും. അതുകൊണ്ട് ദൈവം നമുക്ക് മുൻകൂട്ടി ദൂതുകൾ തരുന്നത്, ആലോചന തരുന്നത്, നമ്മളെ ബലപ്പെടുത്തുവാൻ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ണുനീരൊഴുക്കിയ ചില വിഷയങ്ങൾ, ദൈവത്തോട് ചോദിച്ച ചില വിഷയങ്ങളാണ് ഇന്ന് സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ദൈവം ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ, ദൈവം ഇത്രമാത്രം കരുതുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ആ വേദനയെ കൂടെ ദൈവം കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ ദൈവത്തെ സന്തോഷിച്ചു. സ്തോത്രം. അപ്പോൾ നമുക്ക് പ്രതികൂലമുണ്ട്, പ്രതികൂലമില്ലെന്നല്ല. ദൈവസന്നിധി തീരുമാനം എടുക്കുമ്പോൾ അവിടെ ബന്ധങ്ങൾക്കല്ല പ്രാധാന്യം, നമ്മൾ ആരുമായിട്ട പ്രാധാന്യം? ദൈവമായിട്ട പ്രാധാന്യം. സ്തോത്രം. ചിലവർ പറയാറുണ്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ടു മാനസാന്തരപ്പെട്ടു വന്ന പിന്നെ എന്തിനു വേണ്ടിയാ? നമ്മൾ വേർവിട്ട് ജീവിക്കാനാ വന്നത്, അല്ലയോ? വേർപാട്ട ജീവിതം നമുക്കില്ല എങ്കിൽ രക്ഷിക്കപ്പെട്ടിട്ട് കാര്യമുണ്ടോ? മാനസാന്തരപ്പെട്ടിട്ട് കാര്യമുണ്ടോ? നമ്മൾ വേർവിട്ട് എന്തിനു വേണ്ടിയാ? ദൈവത്തിന് വേണ്ടി ജീവിക്കാനാ. അപ്പൊ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വന്നപ്പോൾ ഇന്ന് ആ പ്രിയ പൈതൽ പറഞ്ഞതുപോലെ നീതിമാൻ എപ്പോഴും നീതിമാന്റെ രീതിയിലാണ് ചിന്തിക്കേണ്ടത്. നമ്മളെ ദൈവം ആരാക്കി വെച്ചേക്കുക? നീതിമാനാക്കി വെച്ചിരിക്കുക, നീതിമാനാക്കി വെച്ചിരിക്കുക, നീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അവിടെ ദുഷ്ടൻ എന്തില്ല? അവകാശമില്ല. അവന്റെ പ്ലാനിനോ പദ്ധതികൾക്കോ എന്തില്ല? പ്രാധാന്യമില്ല. സ്തോത്രം. അവിടെ എപ്പോഴും നമ്മൾ ദൈവത്തോടാ. നമുക്ക് ദൈവം മുമ്പേ ദൂത് തന്നു, നിനക്ക് പ്രതികൂലം വരും, അവിടെ നീ ധൈര്യപ്പെട്ടോണം, ബലപ്പെട്ടോണം. അതിന്റെ അർത്ഥം എന്തുവാ? പ്രതികൂലം വരും, അവിടെ ഞാൻ തോറ്റുപോകല്ലേ, എനിക്ക് ജയിക്കാനുള്ള കൃപ ദൈവം തരണം. അപ്പോഴും മുതൽ പ്രാർത്ഥിച്ചോണം, ദൈവം എനിക്ക് ജയിക്കാനുള്ള കൃപ ദൈവം തന്നോണം. കാര്യം എന്തുവാ? എനിക്ക് തന്നിരിക്കുന്ന ആരോഗ്യം എന്റെ ദൈവമാണ്, എനിക്ക് തന്നിരിക്കുന്ന ആയുസ് എന്റെ ദൈവമാണ്. അപ്പോഴേ എനിക്ക് ആരോഗ്യവും ആയുസ്സും എനിക്ക് നന്മകളും അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ തരുന്നതെല്ലാം ദൈവമാണെങ്കിൽ നിശ്ചയമായി ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്? എന്റെ ദൈവത്തിന് വേണ്ടി ജീവിക്കും. ബാക്കിയുള്ളതെല്ലാം ആര് റെഡിയാക്കി തരും? കർത്താവ് റെഡിയാക്കി തരും. കർത്താവ് റെഡിയാക്കി തരും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് ലഭിച്ചാലും ആദ്യം നമ്മൾ ആരെ ഓർത്തോണം? കർത്താവിനെ ഓർത്തോണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചൊരു വചനമുണ്ട്, വചനഭാഗമുണ്ട്. പത്രോസ് യേശു നടന്നു വരുന്ന കണ്ടപ്പോൾ കർത്താവിന്റെ ശിഷ്യന്മാർ എടുത്തവായി പറഞ്ഞു, ഒരു ഭൂതം വരുന്നെന്ന് പറഞ്ഞ് നിലവിളിച്ചു. ഇല്ലയോ? ഒന്ന് തിരിച്ചറിയും, ദൈവം എന്തുവാണെന്നും ഭൂതം എന്തുവാണെന്നും ആരറിയണം? ദൈവമക്കൾ തിരിച്ചറിയണം. ദൈവമക്കളെ ഭവനത്തിലേക്ക് ഭൂതം വരുമോ? ഭൂതം വരുമോ? ഭൂതം വന്നെങ്കിൽ നമുക്ക് പ്രാർത്ഥനയില്ലെന്ന അർത്ഥം. ഭൂതം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തില്ലെന്നാ? നമ്മൾ ഭൂതമെല്ലാം കണക്ക് കൂട്ടുമ്പോൾ സ്വന്തം പണ്ട് കണ്ട സിനിമയെല്ലാം ഓർക്കുന്ന വെള്ള സാരിയെല്ലാം ഉണ്ട്, അല്ലെങ്കിൽ വേറെ വികൃത രൂപമായിട്ട് വരും. അതൊന്നും അല്ല ഭൂതം. ഇതെല്ലാം നമ്മളെ മനസ്സിനകത്തുള്ള എന്തുവാ? ചിന്തകളാണ്. ഒരു സ്വന്തം ഞങ്ങള് പാലക്കാട് സൂക്ഷിച്ചുകൊണ്ടിരുന്നപ്പോ, ചർച്ച കൊണ്ടാത്തിരുന്നപ്പോ അവിടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ഉണ്ട്. പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആകുമ്പോൾ ഓരോ സ്ഥലത്തുള്ള പാസ്റ്റർമാരും, ഞങ്ങളൊരു 10-22 പാസ്റ്റർമാരും. അപ്പൊ ഞങ്ങള് ഇതിന്റെ അകത്തെല്ലാം സെൻട്രൽ പാസ്റ്റർ ഉണ്ട്, മെയിൻ പാസ്റ്റർ ഉണ്ട്. അപ്പൊ ഒരു പാസ്റ്റർ അവിടെ എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്റർ അവിടെ നടക്കുന്നത് മൊത്തവും സ്തോത്രം പൈശാചിക അല്ലെങ്കിൽ ശക്തിയുടെ വ്യാപാരം. അപ്പൊ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ എന്ന് പറഞ്ഞ ആളിച്ചിരി രസികനല്ല പുള്ളിക്കാരൻ വന്ന്, അതെന്തോ പക്ഷെ അങ്ങനെ തോന്നാൻ കാര്യം എന്തോ? പൈശാചികമായിട്ടുള്ള ശക്തിയാണെന്ന് തോന്നാൻ കാര്യം എന്തോ? അവിടെ പോയി ഇരുന്നപ്പോ, ഞങ്ങൾ കണ്ണു തുറന്നിരുന്നപ്പോ സ്വന്തം ലുട്ടാപ്പിയെ പോലെ ഒരാൾ വന്ന് എല്ലാവരെയും അനുഗ്രഹിച്ചിരുന്നു. ഈ പാസ്റ്റർ, സെൻട്രൽ പാസ്റ്റർ എടുത്ത പറഞ്ഞു, അത് വേറെ ഒന്നും കൊണ്ടല്ല പാസ്റ്റർ. അപ്പൊ പുള്ളിക്കാരെ ഓർത്ത് പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനാണ്. അപ്പൊ ഞാൻ ഓർത്തത് എന്തോ ഈ ഇത്രയും ദൈവത്തിന്റെ ദാസനാ, 10-22 പാസ്റ്റർമാർ നിൽക്കുക, തീ കത്തിക്കുന്ന പാസ്റ്റർമാരുടെ മീറ്റിംഗാണ്. അപ്പോഴ് പിശാചിന് എന്തോ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് ഞാൻ എന്റെ മനസ്സിനകത്തോണ്ട്. പിശാചിന് എന്തോ പ്രാധാന്യം കൊടുക്കുന്നത് സെൻട്രൽ പാസ്റ്റർ പുള്ളിക്കാരെ കുറെ നേരം കൊണ്ട് വിശദീകരിക്കും, ഇതിനെപ്പറ്റി വലിയ രീതിയിൽ വിശദീകരിപ്പിക്കും. സ്തോത്രം. എനിക്കൊന്നും പിശാചിനെ ഒരാൾ ഉയർത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്തുവാ? എനിക്ക് അതിലും അറിയാം, എന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ എനിക്കറിയാം. എന്ന് പറഞ്ഞാൽ ഈ പിശാചിന്റെ തല തകർത്തവനാ എന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, കർത്താവായ യേശു
ദൈവത്തിന്റെ ഈ മൺകുടാരമായ ശരീരത്തിനകത്ത് വസിക്കുന്നത് യേശുവാന്ന് എനിക്കറിയാം. ഈ യേശുവിൻ ശക്തിയുള്ള എന്റെ ശരീരത്തെയോ എന്റെ കുടുംബത്തെയോ എന്റെ നന്മയോ അനുഗ്രഹത്തെയോ പിശാചിന് എന്ത് ചെയ്യാൻ പറ്റില്ല, തൊടാൻ പറ്റത്തില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് കർത്താവ് സ്തോത്രം ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരോടും ദൈവമക്കളോടും പറഞ്ഞത്, ഞാൻ ഭൂമിയുടെയും സ്വർഗത്തിന്റെ സകലത്തിന്റെ അധികാരം എന്റെ കയ്യിലുണ്ട്. അപ്പോഴ് ഭൂമിക്കകത്ത് ആർക്ക് അധികാരമുണ്ട്? യേശുക്രിസ്തുവിന് അധികാരമുണ്ട്. സ്വർഗത്തിന്മേൽ അധികാരം ആർക്കാ ഉള്ളത്? യേശുക്രിസ്തുവിന് അധികാരമുള്ളത്. എന്റെ പിതാവിന്റെ അടുത്ത് വാസസ്ഥലം അനേകമുണ്ട്, അവിടെ നിങ്ങൾക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ ഞാൻ പോവുകയാണ്. അപ്പൊ സ്വർഗത്തിന്മേൽ ഭൂമിക്കും എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സകലത്തിന്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ വിളിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കീഴിലാണ് ഈ സകലതും. അപ്പോഴ് എന്റെ യേശുവിനെ മീതിലെയല്ല, കീഴില്ല. അതുകൊണ്ട് ഒരു ശക്തിക്കും ആരെ ചെയ്യാൻ പറ്റത്തില്ല, നമ്മളെ തൊടാൻ പറ്റത്തില്ല. ഈ പാസ്റ്റർ പറഞ്ഞപ്പോ സ്തോത്രം യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഒരു താല്പര്യമില്ലാതെ ഇരിക്കുമ്പോൾ സെന്റർ പാസ്റ്റർ എഴുന്നേറ്റ് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം വന്നു. കാര്യം പുള്ളിക്കാരൻ എഴുന്നേറ്റിട്ട് വന്നു, പാസ്റ്റർ ഇരിക്കും, പാസ്റ്റർ ലുട്ടാപ്പിയെ കണ്ടെത്തിയോ അത് പാസ്റ്റർ അത് കാണാൻ പറ്റിയത്. പുള്ളിക്കാരൻ ഭയങ്കര സീരിയസോടെ പറയുന്നത് സ്തോത്രം. അതിനെ എല്ലാം പൂർണ്ണമായി ഏറ്റെടുത്ത രീതിയിലുള്ള സീരിയസോടെ പുള്ളി സംസാരിക്കുന്നത് കേട്ടത്. പുള്ളിക്കാരൻ പറഞ്ഞു, അത് കണ്ടത് വേറെ ഒന്നും കൊണ്ടല്ല പാസ്റ്ററെ, ഇന്നലെ പിള്ളേരുടെ വല്ലതും ബാലനമ വായിച്ചതാണ്. അപ്പോഴും മൊത്തം മനസ്സിൽ മൊത്തം ലുട്ടാപ്പിയായിരിക്കുന്നത്. അതുകൊണ്ട് ലുട്ടാപ്പിയായിട്ട് തോന്നിയതാ, അല്ലാതെ ലുട്ടാപ്പിയായിട്ടൊന്നും അല്ല പിശാച് വരുന്നത്. കറക്റ്റ് മറുപടിയല്ല. ജീവനുള്ള ദേഹിയായ വ്യക്തിയുടെ മേലാണ് ആര് ഭരിക്കുന്നത്? പിശാച് ഭരിക്കുന്നത്. ജീവനില്ലാത്ത ശരീരത്തിനകത്ത് ആര് കയറത്തില്ല, പിശാചിന് കയറാൻ പറ്റും. അത് സിനിമയ്ക്കകത്ത് സംവിധായകന്മാര് കഥക്കാരെല്ലാം ഉണ്ടാക്കുന്നതാണ്. അത് ഒരിക്കലും യഥാർത്ഥമല്ല. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ജീവനുള്ള ശരീരത്തിനകത്തെ ആർക്ക് കയറാൻ പറ്റും? പിശാച്. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമായിട്ടെടുത്ത എഗ്രിമെന്റ് തെറ്റിക്കുന്നതാണ് അവന്റെ പ്ലാൻ. അല്ലാതെ ഒരു രൂപം എടുത്തോണ്ട് വരുവല്ല അവന്റെ പ്ലാൻ. എന്റെ ചിന്തക്കകത്ത് കയറി ഞാൻ ദൈവമായിട്ടെടുത്തിരിക്കുന്ന തീരുമാനത്തെ എന്ത് ചെയ്യണം? തെറ്റിക്കണം. എന്നെ കൊണ്ട് എന്ത് ചെയ്യണം? പാപം ചെയ്യിപ്പിക്കണം. പാപം ചെയ്യിക്കുമ്പോൾ ഞാൻ ആരിൽ നിന്ന് മാറും? എന്നെ ദൈവത്തിന്റെ ആലയമായ എന്റെ ശരീരത്തിൽ നിന്ന് ആര് മാറും? കർത്താവ് മാറും. അവനെന്ത് ചെയ്യണം? അതിലേക്ക് കയറും. ഇതാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതേപോലെ പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കണമെങ്കിലും നമുക്ക് ജീവൻ വേണം. ജീവനുള്ള ദേഹിയായി തീർന്നു. നമ്മൾ ജീവനുള്ള വസ്തുവാണെങ്കിൽ ആര് പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഡെഡ് ബോഡിക്കകത്തല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവിന് ഡെഡ് ബോഡിക്ക് ജീവൻ കൊടുക്കാൻ പറ്റും, ജീവൻ എടുക്കാനും പറ്റും, ജീവൻ കൊടുക്കാനും പറ്റും. പരിശുദ്ധാത്മാവിന് എക്സ്ട്രാ ഒരു പവറോട് കൊണ്ട് എന്തുവാ? ജീവൻ കൊടുക്കാനും പറ്റും, എടുക്കാനും പറ്റും. പക്ഷെ പിശാചിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എടുക്കാനും കൊടുക്കാനും പറ്റത്തില്ല. അവൻ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ ബുദ്ധിക്കകത്ത് കയറി നമ്മളെ ചിന്തകളെ എന്ത് ചെയ്യും? ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ ദൈവസ്ഥാനീയ തീരുമാനം എടുത്ത് ഉറപ്പിച്ചങ്ങോട്ട് ചെല്ലുക. ഞാൻ വീടിനകത്തോട്ട് ചെല്ലുമ്പോൾ ഞാൻ ഉറപ്പിച്ച് നിൽക്കുക. എന്റെ ഭാര്യയുടെ മേൽ ചില ചിന്തകൾ കൊണ്ടുവന്ന് എന്നോട് സംസാരിക്കും. ആരെ? പിശാച് സംസാരിക്കും. സ്തോത്രം. എന്റെ ഭാര്യ ഇതിന് ഞാൻ കേട്ട ദൈവത്തിന്റെ ദൂതിനനുസരിച്ചുള്ള പോസിറ്റീവായിട്ട് എന്നോട് സംസാരിക്കുന്നെങ്കിൽ അവിടെ വ്യാപരിക്കുന്ന ആരാണ്? ദൈവത്തിന്റെ ആത്മാവ്. അവിടെ വ്യാപരിക്കുന്ന ആരാണ്? ദൈവത്തിന്റെ ആത്മാവ്. അല്ല, എന്റെ ഭാര്യ ഞാൻ കേട്ട ദൈവത്തിന്റെ ദൂതുകൾക്കും ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഞാൻ ഉറപ്പിച്ച് മുന്നോട്ടങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോ എന്നോട് നെഗറ്റീവായിട്ട് സംസാരിക്കുവാണെങ്കിൽ ആരാ സംസാരിക്കുന്നത്? എന്റെ ഭാര്യ സുനിതയല്ല അവിടെ സംസാരിക്കുന്നത്. ആരാ സംസാരിക്കുന്നത്? പിശാച്. ഇത് തിരിച്ചറിയണം ദൈവമക്കൾ. തിരിച്ചറിഞ്ഞാലേ നമുക്ക് വിശ്വാസകോളത്തിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ജയം പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അയ്യോ, എന്റെ ഭാര്യ നെഗറ്റീവ് പറഞ്ഞത്. അങ്ങനെ ഏറ്റവും ഉദാഹരണമുണ്ട്. പത്രോസ് യേശുവാരെന്ന് വെളിപ്പെടുത്തിയത്, ക്രിസ്തുവാരെന്ന് വെളിപ്പെടുത്തിയത്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാൻ നീ എന്ന് വെളിപ്പെടുത്തിയത്, ശിഷ്യന്മാരിൽ 12 പേർക്കും കഴിയാത്തത് വെളിപ്പെടുത്തിയത് ആരാ? പത്രോസ്. അപ്പോഴേ പത്രോസിനോട് പറഞ്ഞ ശീമോനെ, സ്തോത്രം, ഇന്നയാളുടെ മകനായ ശീമോനെ, പത്രോസെ, നീ ഇന്നു മുതൽ പത്രോസാണ് എന്നറിയപ്പെടും. ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് വേറെ ആരുമല്ല, പരിശുദ്ധാത്മാവാ, ദൈവത്തിന്റെ ആത്മാവാ. ആര് പറയുക? യേശു ക്രിസ്തു ആരോട് പറയുക? പത്രോസിനോട് പറയുക. ഞാൻ ആ വചനത്തിലേക്ക് എടുക്കുന്നില്ല, അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുക്കാത്തത്.
സ്തോത്രം. പത്രോസിനോട് വെളിപ്പെടുത്തി കൊടുക്കുക. എന്തുപോലെ ബാക്കിയുള്ളവർ കർത്താവായ ശുഭചരുണ്ട് ഞാൻ ആരാന്ന് എല്ലാവരും പറയുന്നത്. അപ്പൊ ചിലവർ പറഞ്ഞ് ഏലിയാവെന്ന് പറയുന്നു, ചിലവർ പറയുന്നു പ്രവാചകൻ എന്ന് പറയുന്നു, ചിലവർ പറയുന്നു രോഗസൗഖ്യം, ഇങ്ങനെ പല പല പേരുകൾ പറയുന്നു. പക്ഷെ എല്ലാവരും നല്ലതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ പത്രോസിനോട് ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ആരാന്ന് തോന്നുന്നു? അപ്പൊ കർത്താവ് ആ പേരൊന്നും അല്ല ആഗ്രഹിക്കുന്നത്, അത് അവര് പറയുന്ന പേരൊന്നും അല്ല ആഗ്രഹിക്കുന്നത്. കർത്താവ് അങ്ങോട്ട് ചോദിക്കുക, അഡ്വാൻസ് ചോദിക്കുക, നിങ്ങൾക്ക് ഓക്കെ അവരെല്ലാം അതെല്ലാം പറയുന്നു, നിങ്ങൾ ഞാൻ ആരെന്ന് പറയും. അപ്പൊ പത്രോസ് എടുത്തുവായി പറഞ്ഞു, നീ ദൈവത്തിന്റെ പുത്രനായ മഹോന്നതനാണ്, ക്രിസ്തുവാണ്. കർത്താവിന് ഏറ്റവും കൂടുതൽ സന്തോഷം കാര്യം എന്തുവാ? നിന്നെ കൂട്ടിയതിനകത്ത് നഷ്ടം തോന്നിയില്ല. ഇന്ന് പ്രിയ മക്കളെ, നമ്മളെ ദൈവം കൂട്ടിയതിന് ദൈവത്തിന് നഷ്ടം തോന്നണ്ടേ? നഷ്ടം തോന്നാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ദൈവവുമായിട്ട് അടുത്ത് ജീവിക്കണം, ദൈവത്തിന് ഇഷ്ടം ചെയ്യണം. ദൈവം നമ്മളെ നോക്കി പറയണം, എനിക്ക് നഷ്ടമായില്ല, അവനെ ഇന്ന കുടുംബത്തിൽ ഇന്ന മാതാവിനും ഇന്ന പിതാവിനും ഉണ്ടായത്, അവനെ ഞാൻ ആ കുടുംബത്തിൽ തെരഞ്ഞെടുത്തതിനകത്ത് എനിക്ക് നഷ്ടമായിട്ടില്ല, അവൻ എനിക്ക് പ്രയോജനമാണ് എന്നാരും പറയണം. കർത്താവ് നമ്മളെ കുറിച്ച് പറയണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതാണ് ദൈവമക്കൾ ആഗ്രഹിക്കുന്നത്. അപ്പോഴ് പത്രോസ് എന്ന് പറഞ്ഞപ്പോ പത്രോസിനോട് ഭയങ്കര സന്തോഷം തോന്നി. പത്രോസ് എന്ന് പേര് വീഴുന്നത് അവിടെ വെച്ചാണ്. ഷീമു എന്നുള്ള പേര് മാറ്റി പത്രോസ് എന്നുള്ള പേര് വീഴുന്നത്, കർത്താവ് അവരെ കൂട്ടിയതിനകത്ത് സന്തോഷിക്കുന്നത് ആ സമയത്താണ്. ഇന്ന് ദൈവസഭയെ കുറിച്ച് അല്ലെങ്കിൽ ദൈവസഭ പണിതപ്പോൾ വേദനകപ്പെട്ടു, പ്രയാസപ്പെട്ടു, സങ്കടപ്പെട്ടു എങ്കിൽ ഇന്നത്തെ സാക്ഷ്യമായി എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തി എനിക്കൊരു അനുഗ്രഹം തോന്നിയത് ഇത്രയും കാലം നിന്നതിന്റെ പ്രയോജനത്തിന്റെ സാക്ഷ്യങ്ങൾ കേട്ടപ്പെടാം. സ്തോത്രം. കാര്യമില്ലോ, ആ സാക്ഷ്യത്തിന് വേണ്ടിയാ കാത്തിരുന്നത്, ആ സാക്ഷ്യത്തിന് വേണ്ടി ഇതുവരെ നിന്നയും പരിഹാസവും അപമാനവും കുത്തുവാക്കുകൾ കേട്ട് മുൻവിധികൾ കേട്ട് നിന്നത്. പക്ഷെ ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അതേപോലെ പത്രോസ് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയപ്പോൾ പത്രോസിനെ കുറിച്ച് ആര് സന്തോഷിച്ചു? കർത്താവ് സന്തോഷിച്ചു. അതേപോലെ ഇന്ന് പകല് ദൈവമക്കളെ, ഇന്ന് പകല് നമ്മൾ നമ്മളെ കുറിച്ച് സന്തോഷിക്കണം. ആര് സന്തോഷിക്കണം? നമ്മളെ സ്വന്തക്കാരാണ് സന്തോഷിക്കണ്ടേ? നമ്മളെ വീട്ടുകാരാണ് സന്തോഷിക്കണ്ടേ? നമ്മളെ കുറിച്ച് ആര് സന്തോഷിക്കണം? കർത്താവ് സന്തോഷിക്കണം. കർത്താവ് സന്തോഷിക്കുന്നത് നമ്മളെ വീട്ടുകാരെ നമുക്ക് അനുകൂലമായി തീരും. അനുകൂലമാവാത്തവനെ ദൈവം അനുകൂലമാക്കും. സ്നേഹമില്ലാത്തവന് സ്നേഹം കൊടുക്കും. സ്നേഹമില്ലാത്തവന് മനസ്സാക്ഷി ഇല്ലാത്തവന് മനസ്സാക്ഷി കൊടുക്കും. സ്നേഹം കൊടുക്കും. അത് കൊടുക്കേണ്ട ഹൃദയം കൊടുക്കേണ്ടത് കർത്താവ് യേശുവ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നീ അവനെ സ്നേഹിക്കണം. ആരെ സ്നേഹിക്കണം? നിന്നെ തെരഞ്ഞെടുത്ത ക്രിസ്തുവിനെ സ്നേഹിക്കണം. ആ കർത്താവിന് വേണ്ടി നീ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പാ പിതാവേ, അങ്ങനെ തെരഞ്ഞെടുത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ കുറിച്ച് അങ്ങക്ക് സന്തോഷിക്കാൻ ഇടവരുത്തണം. കാര്യം ഞാൻ ജീവിക്കുന്നത് മൊത്തം അങ്ങക്ക് വേണ്ടി ആയിരിക്കണം, അങ്ങയുടെ സാക്ഷ്യത്തിന് വേണ്ടി ആയിരിക്കണം. അതിനുള്ള കൃപ എന്ന് പകല് പകരണയപ്പ, അതിനുള്ള കൃപ എന്ന് പകല് പകരണയപ്പ. അതിനെതിരെ നിൽക്കുന്ന ശത്രുവായ പിശാചിന്റെ കോട്ടകൾ ഇന്ന് യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ദൈവാത്മാവിന്റെ കരം ഇന്ന് പകല് തൊടട്ടെ. ആത്മാവിന്റെ ശക്തി എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ആത്മാവിന്റെ തേജസ് എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. ഇന്ന് ആ കൃപയോട് അഭിഷേകത്തോട് യേശുവിന്റെ നാമത്തിൽ ഞാനും എന്റെ കുടുംബം പുറത്തു വരട്ടെ. ദൈവം എന്റെ മേൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിയാവട്ടെ. എന്റെ മേൽ വെച്ചിരിക്കുന്ന ദൂതുകൾ നിവർത്തിയാവട്ടെ. എന്റെ മേൽ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിവർത്തിയാവട്ടെ. ദൈവം എനിക്ക് മാസം സാലറി വാങ്ങണം. ദൈവം എനിക്കായി വാതിൽ തുറക്കട്ടെ. എനിക്കായി വാതിൽ തുറക്കട്ടെ. എനിക്ക് സാക്ഷ്യം പറയണം. എനിക്ക് കർത്താവിന് വേണ്ടി കൊടുക്കണം. എനിക്ക് ദൈവസഭയ്ക്ക് വേണ്ടി നിൽക്കണം. എന്നെ ദൈവം അനുഗ്രഹിക്കണം. എനിക്ക് വേണ്ടി കുടുംബത്തിനുമായി നന്മ അനുഭവിക്കണം. ഇന്ന് നീ ഒന്ന് പ്രാർത്ഥന. ദൈവം നിനക്ക് വേണ്ടി ചില വാതിൽ തുറക്കാൻ പോവുക. ചില നിന്ദകളും പരിഹാസങ്ങളും മാറ്റാൻ പോവുക. അപമാനങ്ങൾ മാറ്റാൻ പോവുക. വെല്ലുവിളികൾ മാറ്റാൻ പോവുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൂതന്റെ മേൽ വെളിപ്പെടട്ടെ. പത്രോസ് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയവരെ പത്രോസിനെ എന്ത് ചെയ്തു? കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചെന്ന വചനം പറയുന്ന പത്രോസിനെ വിളിച്ചതിനെ ഓർത്ത് കർത്താവിന് അഭിമാനം തോന്നി. തെരഞ്ഞെടുത്തതിനെ കുറിച്ച് അഭിമാനം തോന്നി. ഇന്ന് പലപ്പോഴും നമ്മളെ ഓരോ പ്രവൃത്തി നമ്മൾ മറ്റുള്ളവർ നമ്മളെ സ്തുതിക്കാൻ വേണ്ടിയാണ്, അല്ലയോ? ഒരിക്കലും അല്ല ദൈവമക്കളെ. ക്രിസ്തു നമ്മളെ കുറിച്ച് സ്തുതിക്കണം. ക്രിസ്തുവിന് നമ്മളെ പേര് പറയുമ്പോൾ ക്രിസ്തു നമ്മളെ കുറിച്ച് എന്ത് ചെയ്യണം? സ്തുതിക്കണം, സന്തോഷിക്കണം.
സ്തോത്രം. ഇന്ന് സ്തോത്രം സ്വർഗത്തിലെ കർത്താവിന്റെ അപ്പോസ്തലന്മാരെ പത്രോസ് ചിലപ്പോൾ സ്വർഗത്തിൽ സന്തോഷിക്കുക, സന്തോഷിക്കുന്നു. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതിനെ എന്നെ കുറിച്ച് എന്ന് പറയുന്നു, ഭൂമിക്കകത്ത് പറയുന്നു. കാര്യം എന്തുവാ? ദൈവനാമത്തെ ചേർത്ത് എന്നെ കുറിച്ച് പറയുന്നു. സന്തോഷിക്കുക. സ്തോത്രം, സ്തോത്രം. എന്റെ ഭാവനയിലെല്ലാം സ്തോത്രം. എന്റെ ഭാവനയില്ല വേറെ ഒന്നും തോന്നല്ലേ, ഭാവനയിലല്ല. ഞാൻ പലപ്പോഴും ഓർക്കും പത്രോസും കർത്താവ് യേശു ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ പ്രസംഗം കേട്ടോണ്ടിരിക്കുക. ദൈവമക്കൾ ഭൂമി പറയുന്ന പ്രസംഗങ്ങൾ, വാക്കുകളെ, പ്രാർത്ഥനയെല്ലാം കേട്ടോണ്ടിരിക്കുക. അപ്പോഴും പത്രോസ് എന്നെല്ലാം പറയുമ്പോൾ പത്രോസ് ചാടി എഴുന്നേക്കുമായിരിക്കും. എഴുന്നേറ്റ് പറയും, എന്നെ പറ്റിയാ പറയുന്നത്. സ്തോത്രം. ഞാൻ അന്ന് നിന്നത് കൊണ്ടാണ് എന്നെ പറ്റി പറയുന്നത്. ഇതേപോലെ നമുക്കും അനുഭവിക്കാൻ പറ്റും. അത്രയ്ക്ക് സ്വർഗീയ അനുഭവം പറ്റും. കാര്യം കർത്താവ് പറഞ്ഞിരിക്കുക, എന്റെ വലത്തും ഇടത്തും നിങ്ങൾ ഇരുത്തുന്ന. വലത്തും ഇടത്തും ഇരുത്താനാ നമ്മൾ പോകുന്നത്. കർത്താവിനോടൊപ്പം ഇരുത്താനാ പോകുന്നത്, അനുഭവിക്കാനാ പോകുന്നത്. സ്വർഗം സന്തോഷിക്കണം നമ്മളെ പേര് കേൾക്കുമ്പോൾ. അത്രയ്ക്ക് അഭിമാനം ആർക്കുണ്ടാവണം? ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉണ്ടാവണം. ദൈവം വേറെ ഒന്നുമല്ല ആഗ്രഹിക്കുന്നത്. ദൈവം നിനക്ക് വേണ്ടതെല്ലാം തരും. സമ്പത്ത് തരും, ആരോഗ്യം തരും, ആയുസ് തരും, സമാധാനം തരും, ഉയർച്ച തരും, നന്മ തരും. ഇതെല്ലാം ദൈവം തരും. പക്ഷെ ദൈവത്തിന് അതൊന്നുമല്ല വേണ്ട. ദൈവത്തിന് വേണ്ട നീ ദൈവത്തിനെ വേണ്ടി സമർപ്പിക്കുന്ന സമർപ്പണമാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന്. ഞാൻ ഓർക്കുക, ദേവാലയത്തിനകത്തേക്ക് ഒരു വിധവ കയറി വരുന്നു. കർത്താവ് പ്രാധാന്യം കൊടുത്തു. എന്തോ പ്രാധാന്യം കൊടുത്തേ? അവിടെ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിൽ 2 വില വരുന്ന നാണയം ഇട്ടു. എന്നിട്ട് കർത്താവ് എന്തോ പറഞ്ഞേ? ഏറ്റവും കൂടുതൽ ഇട്ടാവുക. ശിഷ്യന്മാര് കണ്ടുകൊണ്ടിരിക്കുക. ഇതിലും വലിയത് കൊണ്ടുവന്ന് ആരിട്ടിട്ടുണ്ട്? അനേകർ കൊണ്ടിടുന്നു. സ്തോത്രം. വിധവയെ നോക്കി. എന്നിട്ട് അടുത്തത് കർത്താവ് പറയുക, അവർക്ക് നാളെ എന്ന് കരുതാതെ അവൾ ദേവാലയത്തിന് വന്നപ്പോൾ അവൾക്കുള്ളത് മൊത്തം ഇട്ടു. ഇട്ടതല്ല വിഷയം, ആ മനസ്സിനാവശ്യം. ദൈവത്തിന് കൊടുത്ത മനസ്സിനാവശ്യം. ഇട്ട തുകയ്ക്കല്ല വിഷയം, ആ മനസ്സ്. എന്ന് പറഞ്ഞാൽ എന്റെ ദേവാലയത്തിനകത്ത് വന്നപ്പോ ഭണ്ഡാരം കണ്ടു, അയ്യോ എന്റെ ഇതേ ഉള്ളിട്ട് നാളത്തേക്കൊന്നും എനിക്ക് വിഷയമല്ല. നാളത്തേക്ക് കരുതുന്ന ആരാ? കർത്താവ്. അത്രയ്ക്ക് ആരുമായിട്ട് ബന്ധമുണ്ട്? കർത്താവുമായിട്ടൊരു ബന്ധം. വിധവയെന്ന് പറഞ്ഞത്, വിധവയെന്നൊരു വാക്ക് അവിടെ പറയാൻ കാര്യം എന്തോന്നറിയോ? വിധവയെന്ന് പറഞ്ഞാൽ ആശ്രയമില്ലാത്തവൾ, ആരും സഹായമില്ലാത്തവൾ. വിധവയെ കഴിഞ്ഞ് അവൾ ഒറ്റപ്പെട്ടു. അവൾക്ക് ആരുമില്ല. അവളെ കുറിച്ച് പറയുന്നത് എന്തുവാ? ആരുമില്ലെങ്കിൽ ആരുണ്ട്? കർത്താവുണ്ട്. ഇന്ന് പ്രിയരെ മക്കളെ, ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ആരാധിക്കുവാണെങ്കിൽ അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. ഞാൻ ദൈവവചനത്തിനകത്ത് എഴുന്നേറ്റ് സാക്ഷ്യം പറയുന്നത് അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. എനിക്കും ആത്മാർത്ഥമായിട്ട് സാക്ഷ്യം പറയണം. എനിക്ക് കർത്താവിനെ രുചിച്ചറിയണം. ഞാൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ ആത്മാർത്ഥമായിട്ടായിരിക്കണം. നമ്മൾ ഓരോ പ്രവൃത്തി ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ടായിരിക്കണം. ഞാൻ കേൾക്കുന്ന വചനം ആത്മാർത്ഥമായിട്ടായിരിക്കണം. ഈ വചനം ഞാൻ ഉൾക്കൊള്ളുന്നു, അത് ഏറ്റെടുക്കും, അത് ആത്മാർത്ഥമായി. എങ്കിലേ അതിന്റെ മഹത്വം ആർക്ക് പ്രാപിക്കാൻ പറ്റൂ? ദൈവമക്കളായി നമുക്ക് പ്രാപിക്കാൻ പറ്റും. പത്രോസ് വെളിപ്പെടുത്തി. എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച്, കർത്താവ് ഈ ലോകത്തിൽ അനുഭവിക്കുന്ന വേദനയെ കുറിച്ച് പത്രോസിനോട്, ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പത്രോസ് എടുത്ത് നേരെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, കർത്താവ് നിനക്ക് 1 മിനിറ്റ് ഒന്ന് വരണേ, മാറ്റി നിർത്തിയിട്ട് പറയുക, നിനക്ക് ഇതൊന്നും ഭവിക്കരുത്. പിതാവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, പുത്രനോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം, പുത്രനെ അയച്ചതേ വാഗ്ദത്തം നിവർത്തിയാവാൻ. പുത്രൻ ഈ വാഗ്ദത്തം നിവർത്തിയാക്കിയാലേ ഈ പറഞ്ഞിരിക്കുന്ന ദൂത് പുത്രൻ ഏറ്റെടുത്ത് ഈ കഷ്ടം പുത്രൻ അനുഭവിച്ചാലേ ആർക്ക് വരാൻ പറ്റൂ? നമ്മളെ പോലുള്ളവർക്ക് ആരെടുത്ത് വരാൻ പറ്റൂ? ദൈവത്തിന് അടുത്ത് വരാൻ പറ്റും. കാലങ്ങൾക്ക് മുമ്പേ കൊടുത്ത ദൂതാണ്. സ്തോത്രം. അവിടെ ആദാമും ഹവ്വയും പാപം ചെയ്ത് പുറത്തിറങ്ങപ്പെട്ടപ്പോൾ തന്നെ ദൈവം ഇറക്കിയ ദൂത, പിതാവ് കൊടുത്ത ദൂത എന്തുവാ? പുത്രൻ വരും, എല്ലാം ശരിയാക്കും. പ്രൈസ് ദി ലോർഡ്. ഞാനും പുത്രനും 2 അല്ല 1 അത്രേ. ആ പുത്രനോട് പറയുക, ആ ദൂത് നടക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള വേദനയൊന്നും നീ അനുഭവിക്കാൻ പാടില്ല. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഇത്രയും നല്ല സ്നേഹിക്കുന്ന ഒരാൾ എന്റെ കൂടെ നമ്മളെ സഭയ്ക്കകത്തുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. പ്രൈസിലോ അവരുടെ വാക്കെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും അവർക്ക് കൊട്ടാരക്കര പട്ടത്തിൽ നിന്ന് ആരും വരില്ല, ദൂരേതേ വരാവും. പ്രൈസിലോ.
ഞാൻ ദൈവത്തിന്റെ ആത്മാവിനെതിരായി എന്ത് രീതി കണ്ടാലും ഞാൻ പറയും അത് തെറ്റാണ്. എന്താ കാര്യം എന്തുവാ? ദൈവത്തിന്റെ രീതിയിലാ പോകുന്നെങ്കിൽ, സഭ ദൈവത്തിന്റെ രീതിയിലാ, സഭ ദൈവത്താൽ എടുക്കപ്പെടുകയാണെങ്കിൽ സഭ എന്ത് ചെയ്യണം? ആരുമായിട്ട് ബന്ധം ഉണ്ടാവണം? ക്രിസ്തുമായിട്ട് ബന്ധം ഉണ്ടാവണം. അതിനകത്ത് എന്തെങ്കിലും തെറ്റ് കണ്ടാൽ നീ വിളിച്ചു പറയും. അതിനൊട്ട് ഒരു മാറ്റവും ഇല്ല. അതേപോലെ തന്നെ കർത്താവിന്റെ നാമത്തിൽ സംസാരിക്കുന്ന ഓരോ വാക്കും അത് പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ നീ പരിശുദ്ധാത്മാവിനായി കേൾക്കുന്ന നമ്മളെ മേൽ നീ സ്പാർക്കി നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ കേട്ടോണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? സ്പാർക്ക് ചെയ്തോണ്ടിരിക്കും, കത്തിക്കൊണ്ടിരിക്കും. നമുക്ക് മാറാം. പരിശുദ്ധാത്മാവിനകത്തല്ല എങ്കിൽ നമുക്കത് മനസ്സിലാവും പരിശുദ്ധാത്മാവിന്റെ അല്ലെന്നറിയാം. ഉണ്ടോ? സ്തോത്രം. ഈ പഴയ ഡീസൽ വണ്ടിയെല്ലാം, ഡീസൽ കാറെല്ലാം പണ്ട് സ്റ്റാർട്ട് ആക്കുമ്പോൾ ഇച്ചിരി ഒന്ന് പിടുത്തമുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടാവും. താക്കോലിട്ട് ഒറ്റയടിക്കൊന്ന് സ്റ്റാർട്ടാവും. ഇച്ചിരി എന്തി ഒന്നും എഴുതിട്ട് സ്റ്റാർട്ടായ നമ്മൾ ദൈവസന്നിധിയിൽ പരിശുദ്ധാത്മാവിനാൽ എഴുന്നേറ്റ് എന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ഒരു ഡൗട്ട് പറയാം, ഒരു ഉദാഹരണം പറയാം. ചിലപ്പോൾ നമുക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല, ഇല്ലേ? പാർച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ദൈവത്തെ കൊണ്ട് ആത്മാർത്ഥമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വായെല്ലാം ഇടറിപ്പോകും. കേട്ടില്ലേ സാക്ഷ്യം? ഇന്ന് മകളമണിയൻ പറഞ്ഞ സാക്ഷ്യം കേട്ടില്ലേ? സത്യമാണ്. അത് അനുഭവിക്കുന്നവനാണ് ഞാൻ, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവനാണ് ഞാൻ. ചില സമയത്ത് വാ ഇടറിപ്പോകും, ചില വാക്കുകൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സാക്ഷ്യത്തിനായിരിക്കും നമ്മൾ എഴുന്നേറ്റിരുന്നത്. ചിലവർ ഭയങ്കര സാക്ഷ്യത്തിന് അറേഞ്ച്മെന്റ് ചെയ്തെല്ലാം വരും, ഭയങ്കര അടുക്കും ചിട്ടയായിട്ടെല്ലാം അറേഞ്ച്മെന്റ് ചെയ്തു മൈക്കിട്ട് കഴിയുമ്പോഴേ ഗ്യാസ്. കാര്യം എന്തുവാ? അവര് പ്രഹസനത്തിന് വന്നവരല്ല, അവര് ആത്മാർത്ഥമായിട്ട് ആരുടെ അടുത്ത് നിൽക്കുന്നേ ദൈവസന്നിധിയായി. ചിലവരങ്ങോട്ട് എന്ത് കിട്ടിയാലും എന്തും ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കും. അത് അവരുടെ വാചാലവും കഴിവുകൊണ്ടാണ്. അത് നമുക്കറിയാം. പരിശുദ്ധാത്മാവിന്റെ രീതിയിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഉടനെ നമ്മളെ കാതെല്ലാം പെട്ടെന്ന് തുറക്കും. നമ്മൾ കേൾക്കാതിരുന്നാൽ പോലും തക്കതോനെ തുറക്കും, അത് കേൾപ്പിക്കും. അതാണ് പരിശുദ്ധാത്മാവ്. കണ്ണുനീര് തന്നെ നമ്മൾ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പോലും അറിയത്തില്ല, ഇല്ലയോ? പേടിയാണോ, ഭയമാണോ, സ്നേഹമാണോ എന്നൊന്നും പോലും തിരിച്ചറിയാത്ത രീതിയിൽ എന്ത് ചെയ്യും? കണ്ണുനീര് വരും. ചില സാക്ഷ്യത്തിനകത്ത് ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ പോലും ചിലവർ എന്ത് ചെയ്യുന്ന ചില സാക്ഷ്യത്തിന് അല്ലെ, വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ പോലെ കണ്ണുനീര് ഉണ്ടാക്കാൻ നോക്കും. ഇത് കാണുമ്പോൾ നമുക്കറിയാം. ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവിന്റെ തേജസ്സുള്ള ഒരു ദൈവ പൈതൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും ഇത് എവിടുന്ന് വന്നത്, ഇത് ഉണ്ടാക്കി വന്നത്. ഞാനിത് പുരുഷനെ പ്രസംഗിക്കാൻ എന്റെ അടുത്ത് നോക്കിയാൽ എന്നെ കുറിച്ചാണ് പാസ്റ്റർ പറഞ്ഞത്. ഞാൻ അപ്പോൾ ഓർത്ത് ദൈവമേ കറക്റ്റ് അവർ ഉത്തരം പറഞ്ഞു. പ്രൈസലോ. അവരാത്മാർത്ഥമായിട്ട് ദൈവത്തിന്റെ ആത്മാവിൽ അത് ഒഴിക്കെങ്കിൽ അവരെ ചോദിക്കത്തില്ല. ചോദിക്കൂ ഇല്ലയോ? അപ്പോഴെന്ന് ആത്മാർത്ഥതയല്ല ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് വെളിപ്പെട്ടോണ്ട് തന്നെ ഞാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു. എന്റെ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു ഇത് എന്നെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചു പോയി, ദൈവത്തെ മഹത്വപ്പെടുത്തി. കാര്യം എന്തുവാ? മാനുഷികമായി വെളിപ്പെട്ടത്. ഞാൻ സത്യം പറയാം അവരുടെ വിഷയമല്ല പറഞ്ഞത്, പക്ഷെ ദൈവം അത് വെളിപ്പെടുത്തി കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. ഇത് നമ്മൾ ദൈവസ്ഥനെ ഇരുന്ന ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കരച്ചിലൊന്നുമില്ല, ഇല്ലയോ? കരയുമൊന്നും ചില സമയത്ത് നമ്മൾ കരയത്തില്ല എന്ന് പറഞ്ഞ് സ്വർഗം ആ പ്രാർത്ഥന കേൾക്കാതിരിക്കുവാണോ? ആണോ? നാളെ തൊട്ട് നീ കരഞ്ഞിട്ടേ പ്രാർത്ഥിക്കത്തുള്ളൂ എന്ന് പറയുന്നത്. ഇത് ചില സമയത്ത് നമുക്ക് അനുഭവിക്കുന്ന അനുഭവമാണ്. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലല്ല എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന. ആണോ? അങ്ങനെ അതിൽ പോയി നമ്മൾ പഠിച്ചു വെച്ച പ്രാർത്ഥനയായി പോകും. അതുകൊണ്ടാണ് കർത്താവിന്റെ ശിഷ്യന്മാർ വന്നിട്ട് ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന് അതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. കർത്താവ് വന്നിട്ട് ഒരു ചൊല്ലു പോലെ പറഞ്ഞു. എന്തുവാ? ഇന്നും കുറെ പേര് ചൊല്ലിക്കൊണ്ടിരിക്കുക. അവരുടെ ഉള്ളിൽ നിന്നിട്ട് അയ്യോ ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളോട് ഞങ്ങൾ ക്ഷമിക്കണമേ. ഇത് കഴിഞ്ഞിട്ട് വേണം കടക്കാരനെ വിളിച്ച് പൈസ എപ്പോഴാണ് തരുന്നതെന്ന് ചോദിക്കുന്നു. അല്ലെങ്കിൽ സ്തോത്രം ഇതിനെതിരെയുള്ള കാര്യം സംസാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം. അപ്പോഴതിന്റെ അർത്ഥം എന്തുവാ? ഇത് ചൊല്ലലേ ഉള്ളൂ, എന്തുകൊണ്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിക്കാനേ
അവര് വന്ന് ആവശ്യപ്പെടുന്നതുകൊണ്ട് യോഹന്നാന്റെ ശിഷ്യന്മാരെ യോഹന്നാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊണ്ട് കർത്താവ് പറഞ്ഞു കൊടുത്തതാണ്. പറഞ്ഞു കൊടുത്തത് കർത്താവ് ഇത് ചൊല്ലാനല്ല പറഞ്ഞു കൊടുത്തത്. കർത്താവ് എന്തിനാ പറഞ്ഞു കൊടുത്തേ? ഇങ്ങനെ ജീവിതം ആർക്കുണ്ടാവണം? ഞാനൊരു ഓർത്തഡോക്സിന്റെ കല്യാണത്തിന്, ഒരു മരണത്തിന് പോയി. അപ്പൊ ഇത് ഓർത്തഡോക്സ് പള്ളിക്കകത്ത് മർത്തോമക്കാര് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്തുവാ? സ്വർഗസ്നായങ്ങളല്ല പിതാവേ, ഇതങ്ങ് ചൊല്ലുക, കാണാ പഠിക്കും. ഏത് കൊച്ചു പിള്ളേരോട് ചോദിച്ചാലും ഇവർക്ക് അതറിയാം. ഇവരവിടെ കാണാ പഠിപ്പിച്ചു വെച്ചേക്കുക. ഇതാ അവരുടെ പ്രാർത്ഥന. ഇതങ്ങോട്ട് പാട്ട്, ഇതല്ലെങ്കിൽ എല്ലാം പാർച്ചിട്ട് ഇത് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരത്തില്ല. ഇതാ അവരുടെ പ്രാർത്ഥന. സ്തോത്രം. ഞാന് ആ മരണത്തിന്റെ വീട്ടിൽ ഇരിക്കും. അപ്പൊ മരിച്ച അച്ഛന്റെ ചേട്ടൻ എന്റെ അടുത്ത് വന്നിരിക്കും. ഒരു അധ്യാപകനാണ്, റിട്ടയർഡ് അധ്യാപകൻ. എന്നെ ഇരുന്ന് ചൊല്ലു. ഞാൻ ചെല്ലു വെച്ചാൽ നിങ്ങളെ എല്ലാം എനിക്കിഷ്ടം, നിങ്ങൾ എന്താ ഇത് ചൊല്ലാത്ത? ഞാൻ ചൊല്ലിയുടെ കാര്യമില്ല. ഇതുമായിട്ടൊരു ജീവിതം ഉണ്ടാവും. നിങ്ങൾ ക്ഷമിക്കുന്നവനാണോ? നിങ്ങളെ കടങ്ങളോട് നിങ്ങൾ ക്ഷമിക്കുന്നുണ്ടോ? അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടോ? കർത്താവ് യേശുവിനെ അത് ജീവിച്ചു പറയാനാ പറഞ്ഞത്. ജീവിച്ചു പറയാനാ പറഞ്ഞത്. അപ്രകാരമായിരിക്കും ഒരു ദൈവവൈതലെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അപ്രകാരമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അപ്രകാരമായി ജീവിക്കുന്ന ഉറപ്പുണ്ട്. ഞങ്ങളെ കുറവുകളെ ആദ്യം ഏറ്റു പറയുന്നു. ആരോട്? കർത്താവിനോട്. അല്ല, ഞങ്ങൾ പൂർണ്ണരല്ല. ഞങ്ങൾ ഞങ്ങളുടെ കുറവുകളെ ഏറ്റു പറഞ്ഞ്, ഞങ്ങളുടെ വിഷയങ്ങളെ ഏറ്റു പറഞ്ഞ് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈ വാക്ക് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ വാക്കുമായിട്ട് നിനക്ക് എപ്പോഴും ഒരു ബന്ധമുണ്ടാകും. ഈ വാക്ക് പലപ്പോഴും നമ്മൾ പാലിക്കാറില്ല. ഉണ്ടോ? അതാ കാര്യം ഇല്ലയോ? ഞാൻ അതാ കാര്യം. എന്തുവാ ഇതും പറഞ്ഞിട്ട് രണ്ട് കുരിശും വരച്ചോണ്ട് പോവുക. കുരിശു വരക്കല്ലേ, കുരിശു നീയായിട്ട് ഒരു ബന്ധവും ഇല്ല. കാര്യം എന്തുവാ? അന്ന് റോമപ്രകാരമുള്ള നിയമപ്രകാരമുള്ള ഏറ്റവും വലിയ പാപം ചെയ്യുന്നവർക്ക് പൗരത്വ പ്രകാരമുള്ള നിയമം രാജ്യം കൊടുത്തിരിക്കുന്നത് ക്രൂശ് മരണമാണ്. അങ്ങനെ അത് ഈ ക്രൂശി വരയ്ക്കുമ്പോൾ യേശുക്രിസ്തുവിനെ മാത്രമല്ല വരയ്ക്കുന്നത്, അപ്പുറം ഇപ്പുറം രണ്ട് കള്ളന്മാരോട് ചേർത്താ വരയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുരിശു വരനെ ഇല്ലാത്ത എന്തുവാ? ഇന്ത്യൻ നിയമപ്രകാരം നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ മരണം തരുന്ന എന്തുവാ? ഏറ്റവും വലിയ മരണം എന്തുവാ? തൂക്കിക്കൊല്ലുക. അതേപോലെ റോമ പൗരത്തിനകത്ത് തെറ്റ് ചെയ്താൽ ഏറ്റവും വലിയ മരണം എന്തുവാ? ക്രൂശ് മരണം. അവരെ പച്ചയ്ക്ക് 3 ആണിക്കകത്ത് തൂക്കി അവരെ അടിച്ച് കൊല്ലുക. അത് യേശുവിനെ മാത്രമല്ല, യേശു ആ മരണം നമുക്ക് വേണ്ടി എടുത്തു എന്ന് പറഞ്ഞ കുരിശിനല്ല പ്രാധാന്യം. അടുത്തതിൽ ഗൾഫിൽ ചെന്ന് കഴിഞ്ഞാൽ കൈ വെട്ടിക്കളയുക, കാല് വെട്ടിക്കളയുക, തല വെട്ടിക്കളയുക എന്ന് പറഞ്ഞ് ഈ വാളല്ല എടുത്തു വെച്ചുകൊണ്ട് നടക്കുമല്ല. യേശു ക്രിസ്തു ആ മരണം എടുത്ത് എനിക്ക് വേണ്ടി. പൗലോസ് പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ ശപിക്കപ്പെട്ട നീചമായ മരണം എനിക്ക് നിനക്കും വേണ്ടി എടുത്തു. ആര്? എന്നൊരു കുരിശ് വരയ്ക്കല്ലേ. കുരിശ് നീയാണ്ട് ഒരു പ്രാധാന്യവും ഇല്ല. സ്തോത്രം. പണ്ട് ഡോക്ടർ KP പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ എന്നിട്ട് പുള്ളി ആ കുരിശ് എടുത്തു. പിശാച് നോക്കി ആ കുരിശ് തന്നെ പുള്ളി എടുപ്പിച്ചു. പുള്ളി പറഞ്ഞു, ഇന്ത്യയിലായിരുന്നു, ഇന്ത്യയുടെ നിയമപ്രകാരം യേശു മരിച്ചെങ്കിൽ നീ എല്ലാം പ്രാർത്ഥനയായിട്ട് പിന്നെ കയറ് കാണിക്കും. ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുവോ? കെട്ടി തൂക്കിക്കൊല്ലുവല്ലേ? തൂക്കിക്കൊല്ലുന്നതനുസരിച്ച് കയറ് ഇങ്ങനെ കാണിക്കൂ. അവസാനം പ്രാർത്ഥിച്ചു കഴിഞ്ഞു കുരിശിന് പകരം ഇങ്ങനെ കാണിക്കുമായിരുന്നു. കറക്റ്റ് പുള്ളി ചോദിച്ചു. കുരിശ് നല്ല പ്രാർത്ഥന, കുരിശിൽ കിടന്നവനാണ് പ്രാർത്ഥന. കുരിശ് വരയ്ക്കുമ്പോ അന്ന് കുരിശിൽ മരിച്ചവരെല്ലാം എന്ന് പറഞ്ഞാൽ ആ രീതിയിൽ ആ കാലഘട്ടത്തിൽ മരിച്ചവരെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റെടുത്തതിന് തുല്യമാണ്. നമുക്ക് അവരെ ഒന്നും ഏറ്റെടുക്കാനല്ല കർത്താവ് വിളിച്ചത്. നമ്മൾ ആരെ ഏറ്റെടുക്കണ്ടേ? ക്രിസ്തുവിനെ. അത് ക്രിസ്ത്യാനികൾക്ക് ഒരു സിമ്പിളുമായി, കുരിശ് ഒരു ചിഹ്നവുമായി. ക്രിസ്ത്യാനിക്ക് കുരിശും ക്രിസ്ത്യാനിയായിട്ട് ഒരു ബന്ധവും ഇല്ല. ക്രൂശിൽ കിടന്ന യേശുവാ പ്രാധാന്യം. സ്തോത്രം. പത്രോസ് നല്ലത് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത് ആരാണ്? നിന്റെ മാനുഷിക ബുദ്ധിയൊന്നുമല്ല, ദൈവത്തിന്റെ ആത്മാവ്. തെറ്റു പറഞ്ഞപ്പോൾ യേശു ഇതൊന്നും നിനക്ക് വധിക്കല്ലെന്ന് പറഞ്ഞപ്പോൾ, അയ്യോ പത്രോസെ മോനെ, നീ ഇങ്ങനൊന്നും അല്ല പറയേണ്ടതെന്നൊന്നും അല്ല പറഞ്ഞു. ഈശാരെ മാറിക്കാനാ പറഞ്ഞു. അതേപോലെ നമ്മൾ പറയുന്നുണ്ടോ?
ഭാര്യ തെറ്റ് പറയുമ്പോഴും ഭർത്താവ് തെറ്റ് പറയുമ്പോൾ ഇപ്പൊ പിശാചെ മാറിക്കാൻ പറയൂ. മിക്കവാറും ചെള്ളക്കല്ല അടി വെപ്പം മേടിച്ചെന്ന് ചോദിച്ചാൽ പിശാചും പോയി, എല്ലാം പോയി, അടിയും കൊണ്ടിട്ട് പോയിരിക്കുക. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പത്രോസിനോട് അത് പറഞ്ഞെന്ന് പറഞ്ഞു. പത്രോസിനെ വെറുത്തോ ദൈവം? പത്രോസിനെ കൈവിട്ടോ ദൈവം? പത്രോസിന്റെ ബലഹീനതകളെ വെളിപ്പെടുത്തി കൊടുത്തതാണ്. പത്രോസ് അതോട് മാറി. നമ്മളെ അങ്ങനെ വിളിച്ചാൽ നമ്മളെ സ്വഭാവം ചെയ്യും. സുനിത എന്നോട് പറയാം, പിശാചെന്ന് വിളിക്കുന്നു എന്നെ, നാളെ മുതൽ മോന്ത വെറുപ്പിച്ചിരിക്കില്ലയോ? സുനിത അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ വിളിക്കേണ്ടടുത്ത് വിളിക്കുകയും ചെയ്യും. പിശാചിനെ വിളിക്കും. ഇത് പിശാചിന്റെ പ്ലാനാ, പദ്ധതിയാന്ന് പറയും. ഇതങ്ങ് വിടാൻ പറയും. അത് പിള്ളേരോടായാലും ഞാൻ പറയും, ഈ പ്ലാൻ അങ്ങ് വിട്ടേക്കാൻ പറയും. ഈ പ്ലാനിലേക്ക് എന്ത് ചെയ്യത്തില്ല, ഞാൻ വരത്തില്ലെന്ന് പറയും. പറയണം ദൈവ മക്കളെ, നമ്മൾ അങ്ങനെ പിശാചിനൊന്നും വിളിച്ചില്ലെങ്കിൽ പോലും അത് പറയണം. ഈ പ്ലാനിൽ ഞാൻ വരത്തില്ല, ഈ പ്ലാനിലല്ല ഞാൻ പോകുന്നത്. ആരുടെ പ്ലാനില്ല? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്ലാനില്ല. ഇന്ന് ദൈവമക്കളെ തെറ്റ് തെറ്റെന്ന് പറയുന്നവനാ കർത്താവ്, തെറ്റ് ശരിയെന്ന് പറയുന്നവനല്ല. ഇത് സൂപ്പിക്കുന്ന മാർഗമല്ല, ഇത് ചക്രവാക്ക് പറയുന്ന മാർഗമല്ല, ഇത് കൽപ്പനയാണ്. കർത്താവ് തന്നിരിക്കുന്ന ദൈവമക്കൾ ജീവിക്കേണ്ട കൽപ്പനയാണ്. കൽപ്പനയെ വലത്തോ ഇടത്തോ മാറി ആർക്ക് ജീവിക്കാൻ പറ്റത്തില്ല? ദൈവമക്കൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ദൈവം തന്ന കൽപ്പനയാണ്, അതിനെ അനുസരിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് നമ്മൾ സകലതും വേർവിട്ട് ആരുടെ അടുത്ത് വന്നത്? കർത്താവിന്റെ അടുത്ത് വന്നത്. എങ്കിലേ എന്തുണ്ട്? കാന്തം വരും, കാഹളധ്വനി കേൾക്കും, കാന്തം വരും, നാമം പോകും. പാട്ടിലായാലും വചനത്തിലായാലും എല്ലാം പറയുന്നതാ. കാന്തം വരും, കാഹളധ്വനി കേൾക്കും, കാന്തം വരും, ഞാനും പോകും. പോണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ക്രിസ്തുവിന് വേണ്ടി എന്ത് ചെയ്യണം? വേർവിട്ട് ജീവിക്കണം. ഇന്ന് സ്തോത്രം വേർവിട്ട് ജീവിതമല്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക, ക്രിസ്തുവിനെ ആ രീതി കൊണ്ടുപോവുക, അതിനെ അല്ല. ഞാൻ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. പക്ഷേ അവര് ദൈവത്തെ അറിഞ്ഞില്ല, എങ്കിലും ദൈവം അവരെ അനുഗ്രഹിച്ചല്ലോ. ദൈവം അവരെ അനുഗ്രഹിക്കും. യേശുവിനോട് ആര് എന്താവശ്യപ്പെട്ടാലും ദൈവം കൊടുക്കും, കൊടുക്കാതിരിക്കത്തില്ല. ഭൂമിയിലെ നന്മ കൊടുക്കും. നമ്മൾ പെന്തക്കോസ്തായ എന്തുവാ? നമ്മൾ ദൈവസ്ഥനിലേക്ക് വന്നത്, ദൈവത്തിന്റെ മക്കളായിട്ട് വേർതിരിച്ച് വന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് സ്വർഗരാജ്യം അവകാശമാക്കണമെങ്കിൽ നമ്മൾ വേർവിട്ട് മാറിയേ പറ്റും. സ്വർഗരാജ്യം എനിക്ക് വേണ്ട, എനിക്ക് ഭൂമിയിലുള്ളത് മതി എന്ന് പറഞ്ഞ കർത്താവ്, ഭൂമി നീ എന്താവശ്യപ്പെട്ടാലും ആര് തരും? കർത്താവ് തരും, പരാജയിക്കത്തില്ല. മദ്യപാനവും ദൈവമക്കളുമായിട്ട് ബന്ധമില്ല. കർത്താവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി കൊടുത്തു. അവിടെ ആവശ്യമുള്ളതാ അവർ ചോദിച്ചു, കർത്താവ് കൊടുത്തു. അതും കർത്താവുമായിട്ടൊരു ബന്ധവുമില്ല, കർത്താവുമായിട്ടൊരു ബന്ധവുമില്ല. ഇന്ന് ഈ ലോകത്തിലെ 7 വിഷയത്തിനകത്തും ദൈവത്തോട് നിലവിളിക്കുന്ന വിഷയത്തിനകത്തല്ല ആര് മറുപടി കൊടുക്കുന്നുണ്ട്? കർത്താവ് മറുപടി കൊടുക്കുന്നു. അവിടെ ചില ദൈവമേ എന്ന് വിളിക്കുമ്പോൾ യേശു കർത്താവിലെ ചെല്ലുന്നേ, യേശു കർത്താവ് മറുപടി കൊടുക്കുന്നുണ്ട്, ആശ്വാസം കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൻ ദൈവത്തിന്റെ അല്ല. ദൈവത്തിന്റെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ വേർവിട്ട് ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ചാലേ അവൻ ആരുടെ ആവത്തുള്ളൂ? ക്രിസ്തുവിന്റെ ആവത്തുള്ളൂ, ക്രിസ്തുവിന്റെ ആവത്തുള്ളൂ. ഞാൻ ഒരു ഉദാഹരണത്തിന് വന്നാലേ, ഇന്നത്തെ പത്രവാർത്തകൾ അല്ലെങ്കിൽ ഇന്നത്തെ സ്തോത്രം യൂട്യൂബ് ചാനലുകളായാലും സ്തോത്രം പത്ര വാർത്തകളായാലും സ്തോത്രം ന്യൂസിനകത്തെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത്രയും നാളും വാനോട് പൊക്കി വെച്ചിരുന്ന പലരെയും ഇന്ന് എന്ത് ചെയ്തനെ അവരുടെ മുഖചിത്രമായി ഇന്ന് വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത് ഇല്ലയോ? ഏറ്റവും കൂടുതൽ മ്ലേച്ഛമായ, ഏറ്റവും കൂടുതൽ മ്ലേച്ഛത നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് സിനിമാ ഫീൽഡ്. ഇന്ന് അവിടെ കുറെ പേര് നീതിമാന്മാരാവും. നടന്മാരായാലും നടിമാരായാലും ഏറ്റവും മ്ലേച്ഛതയിൽ നിൽക്കുന്നവരാ, അതിനകത്ത് പണം ഉണ്ടാക്കുന്നവരാ. എന്നിട്ട് ഇന്ന് അവരെല്ലാം നീതിമാന്മാരാവുക. നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അപ്പോഴും ഞാൻ ഒരു കാര്യം ചിന്തിച്ചു, പാപം ചെയ്താൽ എന്നാലും പുറത്തു വരും. മ്ലേച്ഛതയുള്ള സ്ഥലത്തായാൽ പോലും പാപം ചെയ്താൽ എത്ര നാളായാലും അത് മൂടി വെക്കാൻ പറ്റത്തില്ല, അത് പുറത്തു വരും. ഇന്ന് മരിച്ചവരെ ഉൾപ്പെടെ പേരാ പുറത്തു വന്നേക്കുന്നത്.
മരിച്ചു പോയവരെ പോലും വിട്ടിട്ടില്ല. അവരുടെ പേര് വരെ പുറത്തു വന്നെങ്കിൽ മ്ലേച്ഛത അവിടെ നടക്കുന്നത്, അവിടെ നല്ലതൊന്നുമല്ല നടക്കുന്നത്, മൊത്തം നടക്കുന്നത് എന്തുവാ? മ്ലേച്ഛത. നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മൾ കൊടുത്തിട്ട് നമ്മളാൽ അവന് ആളായിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുക. ആരും കൊടുത്തതാ? നമ്മൾ അവനെ ആക്കിയിട്ട് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത് ആ മ്ലേച്ഛത നടക്കുന്ന സ്ഥലത്ത് മ്ലേച്ഛത മാത്രമായിട്ട് നടക്കുന്നിടത്ത് പോലും ഒരു മ്ലേച്ഛതയുടെ ഒരു പിരീഡ് കഴിഞ്ഞപ്പോൾ അത് പാപമായിട്ട് പുറത്തു വന്നു. ഇല്ലയോ? ഉണ്ടോ? ഇല്ലയോ? അപ്പൊ വിശുദ്ധ സ്ഥലത്ത് പാപം വന്ന ദൈവം നിർത്തുവോ? ഇല്ലേ? പഴയ ആൾക്കാർ പറയാറുണ്ട്, ഉപ്പ് കഴിച്ചവൻ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കും, പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ. നിങ്ങൾ ഓർക്കരുത്, ഇപ്പോഴത്തെ ഓരോ വിഷയങ്ങൾ രാഷ്ട്രീയത്തിനകത്ത് നോക്ക്. ഇത്രയും കാലം നല്ല ലീഡറായിട്ട് നിന്നവന്മാരുടെ എല്ലാം പേര് പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇല്ലയോ? നമ്മൾ പൊക്കി വെച്ചുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പൊ എന്ത് ചെയ്യുക? താറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക. കാര്യം, പാപം ചെയ്താൽ എവിടെ, ഏത് ഫീൽഡിലായാലും ഏത് സ്ഥലത്തായാലും കണക്ക് പറഞ്ഞേ പറ്റും. അതെന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മൂടി വെക്കാൻ പറ്റത്തില്ല. അപ്പൊ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. നമ്മൾ പാപം ചെയ്ത ദൈവം വിടുവോ? ഇല്ല. നമുക്കുള്ളത് അപ്പോഴെപ്പോഴും തന്നുകൊണ്ടിരിക്കുക, നമുക്കുള്ളതല്ല അപ്പോഴെപ്പോഴും തന്നുകൊണ്ടിരിക്കുക. ഇവർക്ക് കുറെ ലേറ്റായിട്ടാണ് തരുന്നത്, അല്ലയോ? ലേറ്റായിട്ടാണ് വരുന്നത്. നമുക്കുള്ളതെല്ലാം എന്ത് ചെയ്യുക? അപ്പോഴെപ്പോഴും തരുക. അത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ. സ്തോത്രം. അയ്യോ, അന്ന് അത് മ്ലേച്ഛതയല്ലയോ, അത് പാപം നിറഞ്ഞതല്ലയോ, അവിടെ പിന്നെയും പാപത്തെ പിടിച്ച് നമുക്കെന്തുവാ? അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? ദൈവമക്കളെ, പത്രോസ് ഒരു കാര്യം പറഞ്ഞു. ഇന്ന് ഞാൻ ദൈവസന്നിധി പറയുന്ന ഒറ്റ കാര്യം, തീരുമാനമെടുത്താൽ, ദൈവസന്നിധി നിങ്ങളെ എടുത്താൽ നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യപ്പെട്ടവരാ. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു, യേശു നടന്നു വന്നപ്പം ഭൂതം എന്തുവാ ദൈവം എന്തുവാ നാം തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇന്ന് പല സഭയ്ക്കകത്ത് ദൈവമക്കൾ തിരിച്ചറിഞ്ഞിട്ടില്ല. യേശുവിനെ ധരിക്കുന്ന മൺകൂടാരമായ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല യേശു എന്തുവാന്ന് അറിഞ്ഞാലും നമ്മൾ അങ്ങനെ പറയത്തില്ല. പറയൂ, ഇന്ന് പ്രതികൂലം വന്ന്, പ്രയാസം വന്ന്, സങ്കടം വന്ന് നമ്മൾ പുറകുറുക്കുന്നു. നമ്മൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ പുറകുറുക്കുവോ? എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, വാക്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞേ, സ്വർഗത്തിന്മേലും ഭൂമിക്കും സകലത്തിന്റെ അധികാരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ കയ്യില. നിങ്ങൾക്ക് ഭൂമിക്ക് അറ്റത്തോളം ചെന്ന് സുവിശേഷം അറിയിക്കുകയും രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വരുന്നവനെ സഭയോട് ചേർക്കുവിൻ. അതാണ് സഭ. രക്ഷിക്കപ്പെടുന്നവനെയാണ് സഭ, മാനസാന്തരപ്പെടുന്നവന്റെയാണ് സഭ, ദൈവത്തിന് വേണ്ടി വേർവിട്ട് ജീവിക്കുന്നവന്റെയാണ് സഭ. അല്ലാത്തവനെ അല്ല സഭ. അല്ലാത്തവനെ സഭയ്ക്കകത്ത് ദൈവത്തിന് വേണ്ട. അതിനെ ദൈവസഭ എന്ന് ദൈവം വിളിക്കുന്നില്ല. അല്ല ജീവിക്കുന്നവനെ, പാപം ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ ചാടി നടക്കുന്നവനെ ആരും വിളിക്കുന്നില്ല. പാപം ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ, പാപം ദൈവത്തിന്റെ വചനപ്രകാരം പാപം കൊടുത്തപ്പോ, അയ്യോ പാപമൊന്നുമല്ല, നീ ഞങ്ങൾക്ക് വേണം, ലോകപരമായി ജീവിക്കണം, അധികാരം സഭയ്ക്കകത്തും പുറത്തുമെല്ലാം എല്ലായിടത്തും അധികാരം വേണം, ഉയർച്ച വേണം എന്ന് ആഗ്രഹിക്കുന്നവനെ സഭയിൽ പുറത്തു കളഞ്ഞാൽ പിന്നെ അവൻ ചെന്നിട്ട് വേറെ സഭയ്ക്കകത്ത് എന്നിട്ട് പറയുക ഞാൻ ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്നെന്ന് പറഞ്ഞാൽ അതല്ല ദൈവസഭ. പാപത്തെ വെളിപ്പെടുത്തുന്നതാണ് ദൈവസഭ. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ദൈവം ഇറങ്ങി വരണമെങ്കിൽ എന്ത് ചെയ്യണം? പാപം കാണരുത്. പാപത്തോട് ചേരുന്നവനല്ല ദൈവം. പാപത്തോട് അഡ്ജസ്റ്റ്മെന്റ് പറയുന്നവനല്ല ദൈവം. പാപത്തെ കൂട്ടിച്ചേർക്കുന്നവനല്ല ദൈവം. പാപത്തിനെതിരാണ് ദൈവം. ആ ദൈവത്തെയാ ഞാൻ ആരാധിക്കുന്നതെന്ന് വിശ്വാസമുണ്ടെങ്കിൽ ആ ദൈവം നിശ്ചയമായി എന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഞാൻ ഇരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയില. എന്റെ പാപത്തെ വെളിപ്പെടുത്തുന്ന സ്ഥലത്താ, എന്റെ പാപത്തെ കഴുകിക്കളയുന്ന സ്ഥലത്താ, എന്റെ പാപത്തെ ക്ഷമിക്കുന്ന സ്ഥലത്താ ഞാനിന്ന് പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എടുത്ത് ചാടിയിട്ടുണ്ട്, ചില ബന്ധങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ വിട്ട് മാറി നിന്നിട്ടുണ്ട്. ഇന്ന് പകല് ഞാൻ അത് ഏറ്റു പറയുന്നു, കർത്താവേ, എനിക്ക് അങ്ങനെ ജീവിക്കേണ്ട, എനിക്കൊരു ദൈവപൈതലായി ജീവിച്ചാൽ മതി, എനിക്കൊരു അഭിഷക്തയായി ജീവിച്ചാൽ മതി. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്റെയും എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടാൽ മതി. ദൈവം എന്നെ അങ്ങനെ അനുഗ്രഹിച്ചാൽ മതി. ആ ജീവിതമാ എനിക്ക് വേണ്ടേ എന്ന് നീ പൂർണ്ണമായി ഏറ്റെടുക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ഇന്ന് നീ യഥാർത്ഥമായിട്ട് നിൽക്കുന്ന ദൈവസഭയ്ക്കകത്ത് ദൈവം തന്നെ നിർത്തി അവൻ ദൈവം തന്നെ മാനിക്കാൻ പോവാ, അനുഗ്രഹിക്കാൻ പോവാ.
ബോധ്യത്തോടെ, പൂർണ്ണ ഉറപ്പോടെ, പൂർണ്ണ ഉറപ്പോടെ ദൈവസന്നിധി നിൽക്ക്, ദൈവസന്നിധി നിൽക്ക്, ദൈവസന്നിധി നിൽക്ക്, ദൈവസന്നിധി നിൽക്ക്. ദൈവസന്നിധി ഏറ്റെടുത്തു. ദൈവം നിശ്ചയമായി നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. അല്ലാതെ ദൈവം ഒരിക്കലും നിന്നെ അനുഗ്രഹിക്കാതെ പോകത്തില്ല. ഇന്ന് നീ കുറച്ച് നാളുകൊണ്ട് പറയുക, ദൈവം എന്താ എന്നെ അനുഗ്രഹിക്കാതെ? നിന്നെ അനുഗ്രഹിക്കും. നിന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അനുഗ്രഹിച്ച ദൈവം അയക്കത്തുള്ളൂ. സ്തോത്രം, സ്തോത്രം. ദൈവം ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ദൈവത്തിന്റെ നാമത്തില്ല. നീ കേൾക്കാത്ത കാര്യം കേൾക്കുന്നുവെങ്കിൽ, മുൻവിധികളും നിന്ദകളും പരിഹാസവും നീ അനുഭവിക്കുന്നുവെങ്കിൽ, ഇതെല്ലാം ദൈവനാമത്തിലാണ് നീ അനുഭവിക്കുന്നെങ്കിൽ, നീ അങ്ങ് സഹിച്ചു നിന്നോ. സഹിച്ചു നിൽക്കുന്ന നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സഹിച്ചു നിന്നിട്ട് നീ അല്ല പ്രതികരിക്കേണ്ടത്. നീ ദൈവത്തോട് കണ്ണുനീരൊഴുക്കി അങ്ങോട്ട് പാർത്തുക, ദൈവത്തോട് യാചിക്ക്, ദൈവത്തോട് ഏൽപ്പിച്ചുകൊണ്ട്, കർത്താവേ ഇതെല്ലാം നീ കാണുന്നല്ലോ അപ്പാ, അപ്പാ പ്രതികാരം ഞാൻ എനിക്കുള്ളതല്ല, പ്രതികാരം യഹോവയ്ക്കുള്ളതാ. എനിക്ക് പ്രതികാരമൊന്നും അല്ല വേണ്ടത്. എനിക്ക് ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ ദൈവത്തിന്റെ കൃപ എന്റെ മേലൊന്ന് വെളിപ്പെടണേ അപ്പാ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തു വന്നേ പറ്റത്തുള്ളൂ. എനിക്ക് എന്റെ യേശു മാത്രമേ ഉള്ളൂ. വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും എനിക്ക് എന്റെ യേശു മാത്രമേ ഉള്ളൂ. എനിക്കൊരു പിതാവ് മാത്രമേ ഉള്ളൂ, ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ. ഞാൻ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് വന്നത് എന്റെ യേശുവിന് വേണ്ടിയാ. എന്റെ യേശുവിനെ തെരഞ്ഞെടുത്തത് കൊണ്ടാ. എനിക്ക് രക്ഷിതാവ് ഒരാൾ മാത്രമേ ഉള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ യേശു കർത്താവ് മാത്രമേ ഉള്ളൂ എന്ന് നീ അങ്ങോട്ട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞു നോക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിന്നെ നിന്ദിച്ചവർ, നിന്നെ മുൻവിധിച്ചവർ, നീ ചെയ്യാത്ത കുറ്റം എന്റെ മേൽ ചുമത്തിയത്, അപ്പൊ അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്, അപമാനിച്ചു പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം എടുത്തു മാറ്റി അവന്റെ നാവ് കൊണ്ട് തിരിച്ചു പറയുന്ന രീതിയിൽ, ശത്രുക്കൾക്ക് ആകമേശ ഒരുക്കുന്ന രീതിയിൽ സ്വർഗ്ഗത്തിലെ ദൈവം നിന്നെ നിന്റെ കുടുംബത്തെ തലമുറ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു. ഏറ്റെടുത്തു. ആ ദൈവത്തിന്റെ പ്രവചനം നിന്റെ മേൽ നിവർത്തിയാവട്ടെ. ദൈവത്തിന്റെ ദൂത് നിന്റെ മേൽ നിവർത്തിയാവട്ടെ. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആ ദൈവത്തിന്റെ ദൂത് നിന്റെ മേൽ കൈമാറുക. കുറച്ച് നാളുകൾ താമസം വന്നു കഴിഞ്ഞാൽ ചിലർ പറയും, ഈ ഇത്രയെല്ലാം വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ. വീണുപോലെ ദൈവമക്കളെ, ഇതെല്ലാം ആരുടെ പ്ലാനാണ്? ശത്രുവിന്റെ പ്ലാനാണ്. ഇവിടെ ശത്രുവിനെ തിരിച്ചറിയേണ്ട ഭൂതം കാഴ്ചയിലല്ല, ഇവിടെ ഭൂതം ഇറങ്ങിയിരിക്കുന്നത്. എന്തുവാ? നിന്നെ നിരാശപ്പെടുത്തുന്ന വാക്കുകൾ. ചുറ്റുവട്ടം മുഴുവനും നിന്നെ ധൈര്യപ്പെടുത്തേണ്ടവർ വരെ നിന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിരാശപ്പെടല്ലേ? ദൈവത്തിന്റെ ആത്മാവ് ഒരുവന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, ഞാൻ ഉറപ്പായിട്ട് വിളിച്ചു പറയും, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉള്ളിൽ കയറിയ നമ്മൾ പറയും, നമുക്ക് പണമോ ഒന്നും അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ആ ദൈവ സാന്നിധ്യം മതി. എന്തുവാ? അനുഭവിച്ചവർ പറയും, ഈ സ്വത്തും സുഖവും ഇതൊന്നും അല്ല കാര്യം. കാര്യം എന്തുവാ? ഇതിനെല്ലാം അപ്പുറത്ത് ദൈവമായിട്ട് അനുഭവിക്കുന്ന ഒരു അനുഭവമുണ്ട്. അത് പ്രാപിക്കാനാ പാട്. അത് പ്രാപിച്ചെടുക്കണം. അതാണ് ദൈവമക്കളുടെ വിജയം. അപ്പോഴും ദൈവം എന്ത് ചെയ്യും? ഇതെല്ലാം സൈഡിൽ കൂടെ തരും. ഇതിനോടൊന്നും എന്ത് ചെയ്യത്തില്ല? മോഹം ഉണ്ടാവത്തില്ല, ആഗ്രഹം ഉണ്ടാവത്തില്ല. അല്ലാതെ ഇത് വേണമെന്നൊരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഇത് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ആർത്തി കൂടത്തേ ഉള്ളൂ. നമ്മളെ എന്തിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ? പാപത്തിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ, ആത്മീയമായിട്ടല്ല. പക്ഷേ നമുക്ക് ഇതിനെ ചപ്പും ചവറുമായിട്ട് കാണും. യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് നമ്മൾ അനുഭവിക്കുന്നെങ്കിൽ ഇതിനെ എന്ത് ചെയ്യും? ചപ്പും ചവറുമായിട്ട് കാണും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, പത്രോസിന്റെ ആഗ്രഹം എന്തുവാ? കടലിലൊന്ന് നടന്നാൽ കൊള്ളാം. അല്ലേ? യഥാർത്ഥമായിട്ട് പറഞ്ഞ അത്യാഗ്രഹമാണ്. യഥാർത്ഥമായിട്ട് പറഞ്ഞ എന്തുവാ? അത്യാഗ്രഹമാണ്. പക്ഷേ ആ ആഗ്രഹം ആര് മാനിച്ചു? യേശുപ്പനെ മാനിച്ചു. ഞാൻ പറയുക, ഒന്ന് ചാടി എഴുതി, കർത്താവെ അങ്ങാണെങ്കിൽ ഞാനും വരട്ടെ. അതിൽ നീയൊന്നും വരാൻ പറ്റത്തില്ല, ഇത് ഞാൻ വരത്തേ ഉള്ളൂ. അങ്ങനൊന്നും അല്ല. പത്രോസ് സ്റ്റെപ്പ് വെച്ചു. ആദ്യം എല്ലാം നല്ല സുഖമായിട്ട് തോന്നി. 2-3 സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴേ കടലും കാറ്റും എല്ലാം ആനടിക്കുന്ന കണ്ടപ്പോ പത്രോസ് എന്ന് പറഞ്ഞു. കടലിനെ കാറ്റിന്റെ ഓളങ്ങളെ തിരിച്ചറിയുന്നവനാ പത്രോസ്. കാര്യം എന്തുവാ? അവൻ മുക്കുവാനാണ്. അവനറിയാം ഒരു കാറ്റിന്റെ പവർ എന്തുവാണ്, കടലിന്റെ ഓളത്തെറ്റുമ്പോഴുള്ള പ്രശ്നം എന്തുവാണ് അവനറിയാം, വെള്ളത്തെ കുറിച്ച് അവനറിയാം. സ്തോത്രം.
അവൻ എന്ത് ചെയ്തു? മുങ്ങുവാൻ ഇടയായി. മുങ്ങുവാൻ ഇടയായി. അവിടെ യേശുവിനെ പഠിക്കുന്നത് എന്ത് പറയുന്നേ? കർത്താവെ, നീ കാണുന്നില്ലേ ഞാൻ മുങ്ങുന്നത്? നീന്തറിയുന്നവനാ, കടലിനെ കുറിച്ച് അറിയുന്നവനാ. കടലിലോട്ട് പോയപ്പോഴും ഉടനെ യേശുവിന്റെ കടലിൽ എടുത്തു കൊടുക്കുക. കർത്താവെ, നീ അറിയുന്നില്ലേ? നമ്മുടെ പ്രശ്നം ഇതല്ല. നമ്മളെല്ലാം അറിയുന്നവരാ, പക്ഷെ ഒന്നും അറിയുന്നില്ല. അറിയേണ്ട പോലെ ഇതുവരെ ഒന്നും പ്രാപിച്ചിട്ടില്ല. ഉണ്ടോ? കർത്താവ് പറയുക, നിന്റെ വിശ്വാസം എവിടെ? ഇന്ന് പ്രിയ മക്കളെ, എനിക്ക് ഇന്ന് പകല് പറയാനുള്ള ഒറ്റ ദൂതാണ്, നമ്മുടെ വിശ്വാസം അതിനെ മുറുകെ പിടിച്ചോ. നമ്മളെ തലമുറയെ കുറിച്ച്, നമ്മളെ കുടുംബത്തെ കുറിച്ച്, അല്ലെങ്കിൽ സ്തോത്രം നമ്മളെ നന്മയെ കുറിച്ച്, നമ്മുടെ വാക്തത്വങ്ങളെ കുറിച്ച് എല്ലാം പല ദുഷിയും നിന്ന പരിഹാസം കിട്ടുമ്പോഴും നിങ്ങളെ ഉള്ളിനകത്ത് നിങ്ങൾ പാർച്ചുകൊണ്ടിരിക്കണം, ഞാൻ പുറത്തു വരും, ഞാൻ പുറത്തു വരും. എന്നെ കൊണ്ട് കഴിയത്തില്ല, പക്ഷേ എൻ്റെ മൺകുടാരത്തിനകത്ത് വസിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ അവന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരും. ഈ പറയുന്ന നാവ് കൊണ്ട് ഇവരെല്ലാം തിരുത്തി പറയുന്ന രീതിയിൽ ദൈവം എന്നെ മാനിക്കും, എന്റെ തലമുറയെ മാനിക്കും. ഞാൻ നിൽക്കുന്ന വിശ്വാസത്തെ കുറിച്ച് അവർ ഉയർത്തി പറയും. ഞാൻ നിൽക്കുന്ന വിശ്വാസത്തെ കുറിച്ച് അവർ വർണ്ണിക്കുന്ന രീതിയിൽ എന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരും. ഇന്ന് പ്രിയ ദൈവത്തിലെ നീ ഉയരുവാൻ കഴിയാതെ, നിന്റെ കുടുംബം ഉയരുവാൻ കഴിയാതെ വാദിക്കുന്ന ദേശാദിയ ശക്തികൾ, അപ്പാപിതാവേ, പാരമ്പര്യ കെട്ടുകളുണ്ടെങ്കിൽ, ഇന്ന് പൈശാചിക പോരുകളുണ്ടെങ്കിൽ, ഇത് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദൈവത്തിന്റെ ആത്മശക്തി അവിടെ വെളിപ്പെടാട്ടെ. ദൈവത്തിന്റെ ആത്മശക്തി അവിടെ വെളിപ്പെടാട്ടെ. നീ ദൈവത്തിന് വിലപ്പെട്ടവനാ. ഇന്ന് ഉള്ളുകൊണ്ട് നീ പറ, ഞാൻ ദൈവത്തിന് വിലപ്പെട്ടവനാ. എന്റെ സഭ ദൈവത്തിന് വിലപ്പെട്ടവനാ. എന്റെ കുടുംബം ദൈവത്തിന് വിലപ്പെട്ടതാ. ഞങ്ങൾ ഓരോരുത്തരും യേശുവിന് വിലപ്പെട്ടതാ. ഇന്ന് പകൽ ഞങ്ങളെ ബന്ധിക്കുന്ന ബന്ധനത്തിന്റെ കോട്ടകൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. ഇന്ന് ദൈവത്തിന്റെ ദൂതങ്ങോട്ട് നിവർത്തിയാവട്ടെ. ദൈവത്തിന്റെ ആലോചന അങ്ങോട്ട് നിവർത്തിയാവട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം ഒന്ന് നിവർത്തിയാവട്ടെ. ദൈവത്തിന്റെ അത്ഭുതം ഒന്ന് നിവർത്തിയാവട്ടെ. യേശുവിന്റെ നാമത്തിൽ. യെസ്, ദൈവത്തിന്റെ ദൂതങ്ങോട്ട് നിവർത്തിയാവട്ടെ. അതിനെ ബന്ധിക്കുന്ന ബന്ധനങ്ങളെല്ലാം ഒന്ന് അഴിഞ്ഞു മാറട്ടെ. ആ പ്രചാരത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. പൈശാചിക മണ്ഡലങ്ങൾ പൊട്ടട്ടെ. ദൈവത്തിന്റെ കൃപ വെളിപ്പെടാട്ടെ. ആത്മാവിന്റെ ഉണർവ് വെളിപ്പെടാട്ടെ. ആത്മാവിന്റെ അനുഗ്രഹം വെളിപ്പെടാട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടാതെ പകല് ആ ദൂത് യേശുവിന്റെ നാമത്തിൽ, ആ ദൈവത്തിന്റെ ദൂത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലങ്ങോട്ട് വെളിപ്പെടട്ടെ. അനുഗ്രഹത്തോട് തുറന്നു വരട്ടെ. ആമേൻ. കർത്താവ് ഇറങ്ങി വരുന്ന സഭയാണെങ്കിൽ, കർത്താവ് ഇറങ്ങി വരുന്ന ഇടമാണെങ്കിൽ തെറ്റ് തെറ്റെന്ന് തന്നെ പറയും. അതെത്ര വലിയ സ്നേഹിക്കുന്ന വ്യക്തികളോടായാലും തെറ്റ് തെറ്റെന്നും ശരി തെരിയെന്നും ആര് വെളിപ്പെടുത്തും? വെളിപ്പെടും. അതിന് എതിരല്ല, അതിന് കീഴ്പ്പെടുന്നവനെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. അതിനെ ഏറ്റെടുത്ത് കീഴ്പ്പെട്ട് ദൈവത്തിന് വേണ്ടി മാറുന്നവനെയാണ് ആർക്ക് വേണ്ടത്? കർത്താവിന് വേണ്ടത്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. സ്തോത്രം. സ്തോത്രം. ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്ന എൻ്റെ ഒരു ജ്യേഷ്ഠനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരു ഫാമിലി, ആ കുടുംബത്തിനകത്ത് എനിക്കൊന്ന് രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ദിവസം ഞങ്ങൾ അവിടെ ഭവനത്തിൽ ചെന്നപ്പോൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ദൈവം എനിക്ക് പ്രാർത്ഥിക്കാൻ തന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ശക്തമായിട്ട് പറഞ്ഞു, ഈ കുടുംബം നീറിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീര് കൊണ്ട് ചില വിഷയത്തിനകത്ത് അവര് നീറിക്കൊണ്ടിരിക്കുന്ന നീറ്റലിന് അല്ലെങ്കിൽ കണ്ണുനീരിന് യേശു ഒരു മറുപടി തരാൻ പോവുക. അപ്പൊ ആ ഭവനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ചില വാക്കുകൾ അവിടെ ഉപയോഗിക്കാൻ എടുത്തു, പ്രാർത്ഥിച്ചു. ഞാൻ പുറത്തു വന്നു. ഞാൻ കൂടുതൽ സംസാരിച്ചില്ല, പ്രാർത്ഥിച്ച് കൈവിട്ടു. കഴിഞ്ഞ ദിവസം സ്തോത്രം അവിടുത്തെ പ്രിയ അമ്മാമ ഓടി വന്ന് പറയുന്നത്,
ഒരു സന്തോഷ വാർത്ത, ഒരു കുടുംബത്തിനകത്തുള്ള സന്തോഷ വാർത്ത. ഞാൻ അപ്പോഴും ഞെട്ടിപ്പോയി. അവർ നേറിക്കൊണ്ടിരുന്ന വിഷയം ആരോടും പറയാതെ, അതും പറയുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആരോടും ഷെയർ ചെയ്യാതെ നേറിക്കൊണ്ടിരിക്കുന്ന ചില ചോദ്യചിഹ്നങ്ങൾ, പ്രാർത്ഥന വിഷയങ്ങൾ. ഞാനത് കേട്ടപ്പം ഞെട്ടിപ്പോയി. കാര്യം എന്തുവാ? ദൈവം തക്കതായ സമയത്ത് അവർ ചെന്ന് എന്ത് ചെയ്തേ? ഈ വിഷയം പറയിപ്പിച്ചത്, പ്രാർത്ഥിപ്പിച്ചത്. അത് അവരേറ്റെടുത്ത് കാണും. അതിനെ കുറിച്ച് ഞാൻ വിശദീകരിച്ചില്ല. പക്ഷെ പറഞ്ഞ വാക്കുകൾ അവരേറ്റെടുത്ത് കാണും, അവർ പ്രാർത്ഥിച്ച് കാണും. പക്ഷെ ഒരാഴ്ച പോലും കഴിയുന്ന മുമ്പേ മറുപടിയായിട്ട് വന്നപ്പോൾ, അവരുടെ ഉള്ളിൽ കാണുന്ന മുഖത്ത് സന്തോഷം കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ അവരാ രീതി ആരോട് നീറിയതാ? ദൈവത്തോട് നീറിയതാ. അവരാ നീറിയതിന്റെ ഇരട്ടി സന്തോഷം അനുഭവിച്ചുകൊണ്ടാ പുറത്തു വന്നേക്കുന്നത്. അപ്പൊ ഞാൻ നമ്മളെ ഓരോ വിഷയം ഇതേപോലെ നമ്മൾ നീറുന്ന വിഷയം ഇല്ലേ. പഴയ ഒരാൾ പറയുന്നത്, ചെണ്ട എന്ന് മതത്തോട് എന്ന് കംപ്ലൈന്റ് പറയുന്ന പോലെ നമ്മൾ ഓരോരുത്തർ ഷെയർ ചെയ്യാൻ പോയേക്കാൻ. ചിലപ്പോൾ വലിയ വിഷയത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ എന്ന് പറയുന്നത്. അവ ഇത് മൈൻഡ് പോലും ചെയ്തില്ല. കാര്യം എന്തുവാ? അവന്റെ മനസ്സിനകത്ത് അയ്യോ അയ്യോ, അപ്പോഴും മനസ്സിൽ അതിലും അപ്പുറത്തെ ന്യായം, അപ്പോഴതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മറുപടിയും കിട്ടത്തില്ല, ഒരു ആശ്വാസം കിട്ടത്തില്ല. ഞാൻ ഒരു കാര്യം പറയാം, അങ്ങനെ ഷെയർ ചെയ്യാൻ നിന്ന് ഒരു ആശ്വാസം കിട്ടത്തില്ല. ആ സമയം നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കാം. നീ മനുഷ്യനോട് ഷെയർ ചെയ്താൽ എന്ത് ചെയ്തിട്ടില്ല? ഒരാശ്വാസം കിട്ടത്തില്ല. പക്ഷെ പ്രാർത്ഥനക്കാരോട് നീ ഷെയർ ചെയ്താൽ, ഞാൻ ഓർക്കും സ്തോത്രം, മംഗളാമണി ആന്റി മോളുമായിട്ടുള്ള സംസാരത്തിനകത്ത് പ്രാർത്ഥനയായിട്ടാ മറുപടി പറഞ്ഞു കൊടുത്തേ. അല്ലാതാണോ മറുപടി പറഞ്ഞേ? മാനുഷ്യമായിട്ടാണോ മറുപടി പറഞ്ഞേ? പ്രാർത്ഥനയായിട്ട് മറുപടി പറഞ്ഞു, ആത്മീയമായിട്ട് മറുപടി പറഞ്ഞു, ദൈവത്തിന്റെ വാക്കുകളായിട്ട് മറുപടി പറഞ്ഞു. മറുപടി കിട്ടിയോ? സ്തോത്രം. അല്ലാതെ നമ്മൾ ചെന്ന് ആശ്വാസത്തിന് വേണ്ടി ചെലവഴിത്ത് എന്ന് പറഞ്ഞ് ഒരാശ്വാസവും ചെയ്തിട്ടില്ല, കിട്ടത്തില്ല. അത് 100% അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ പറയുന്നത്. ആ സമയം നീ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുക, ദൈവസേനയെ ഒന്ന് ഏൽപ്പിച്ചുകൊട്, തന്നെ ഉടച്ചൊന്ന് ഏൽപ്പിച്ചുകൊട്. പറയാൻ ഇടവരുത്തത്തില്ല. ദൈവം എന്ത് ചെയ്യും? വിടുതൽ നൽകും. വിടുതൽ തരുന്ന മാത്രമല്ല, ഇങ്ങനെ കിടക്കുന്നവനെ ആശ്വസിപ്പിക്കാൻ വരെ ദൈവം ഉപയോഗിക്കും. ആരുടെ വാക്കുകളെ? നമ്മളെ വാക്കുകളെ. കർത്താവായ അപ്പോസ്തലനായ സ്തോത്രം സ്ഥാപകനായ യോഹന്നാനാണ് ആദ്യ സുവിശേഷം തീ പോലെ പറഞ്ഞത്. പരിശുദ്ധനായ ദൈവം വരുന്നുണ്ട്, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറടിക്കാൻ ഞാൻ യോഗ്യനല്ല, അവന്റെ കയ്യിൽ വീശമുറമുണ്ട്, അവൻ തീയാണ്, അവൻ തീയാൽ നിങ്ങളെ അഭിഷേകം ചെയ്യും. ഇതെല്ലാം പറഞ്ഞ് വചനങ്ങൾ വെളിപ്പെടുത്തി പുതിയ നിയമത്തെ കുറിച്ച്, പുതിയ സഭയെ കുറിച്ച് ശക്തമായിട്ട് ആദ്യ സുവിശേഷം പറയുന്ന വ്യക്തിയാണ് ആര്? യോഹന്നാൻ സ്നാപകൻ. അപ്പൊ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വചനം ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള വചനങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ, മശിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ, സ്നാനത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ, വീണ്ടും ജനനത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ, അനേകർ യോഹന്നാന്റെ പിന്നാലെ ശിഷ്യന്മാരായി. അവര് യോഹന്നാനെ വലിയവനായി കണ്ട് അവർ യോഹന്നാനെ എന്ത് ചെയ്തു? വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാ, വലിയ ആളായിട്ട് കൊണ്ടുപോവാ. യോഹന്നാൻ ചിന്തയില്ല. യോഹന്നാൻ താഴ്ത്തിയാ പോകുന്നത്. അതുകൊണ്ടാ പറഞ്ഞ സ്ത്രീകൾ ജനിച്ചവൻ ആ യോഹന്നാനേക്കാൾ വലിയവരില്ല. ആ രീതി പറയുന്നത് യോഹന്നാൻ അത്രയ്ക്ക് പൊസിഷൻ ആര് കൊടുക്കുന്നത്? സ്തോത്രം. സ്ത്രീകൾ ജനിച്ചു യോഹന്നാൻ വലിയവനാ, സ്വർഗത്തിൽ വലിയവനാന്ന് പറയുന്നതിന്റെ കാര്യം ഇതാ. യോഹന്നാൻ ആ ഭാവമൊന്നുമില്ല. യോഹന്നാൻ ദൈവത്തിന്റെ വചനം യേശുവിന്റെ റൂട്ട് വെളിപ്പെടുത്തി കൊടുക്കാൻ മാത്രം, യേശുവിനെ സ്നാനപ്പെടുത്താൻ വേണ്ടി മാത്രം ഉണ്ടായ വ്യക്തിയാണ്. സ്തോത്രം. തീയ ആള്, കൂടെ ഒരുപാട് പേര്. അത് കഴിഞ്ഞപ്പോഴാണ് യേശുപ്പൻ വരുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാർ ഞാൻ യേശുപ്പന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടു. യേശുപ്പൻ ചെയ്യുന്ന അത്ഭുത അടയാളം കണ്ടു. അത്ഭുത അടയാളം കണ്ടിട്ട് അവർ ഓടി വന്ന് യോഹന്നാനെ വന്ന് മുട്ടിക്കൊടുക്കുക. യേശു അവിടെ അത്ഭുതം ചെയ്യുന്നു, രോഗസൗഖ്യം ചെയ്യുന്നു, ഇന്ന കാര്യം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇപ്പൊ യോഹന്നാൻ എടുത്തതായി പറയുന്നത്, ഞാനോ കുറയണം, അവനോ വളരാൻ. കാര്യം എന്തുവാ? യോഹന്നാനെ ഏൽപ്പിച്ചിരിക്കുന്ന മിനിസ്ട്രിയാണ് ആര് ചെയ്യുന്നത്? യേശു കർത്താവ് ചെയ്യുന്നത് കേട്ടപ്പോൾ അദ്ദേഹം സന്തോഷിക്കുക. കാര്യം എന്തുവാ? സ്വർഗരാജ്യം അവിടെ
സ്വർഗരാജ്യത്തെ കുറിച്ച് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള മഹത്വം, പ്രത്യാശയെ കുറിച്ചുള്ള മഹത്വം വർണ്ണിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴ് പുള്ളിക്കാരൻ എടുത്തു വായ്പ ശിഷ്യന്മാരോടത്തോളം തന്നെ യേശുവിനെ വന്ന് വഴക്ക് പറയും, അല്ലെങ്കിൽ യേശു ചെയ്യുന്നത് തടയുന്നു, അല്ലെങ്കിൽ അവിടെ പോലെന്നൊന്നും അല്ല പറഞ്ഞേ. എന്ത് പറഞ്ഞേ? ഞാനോ കുറയണം, അവനോ വളരണം. കാര്യം എന്തുവാ? യേശുവിന്റെ നാമം അറിയിക്കാനാണ് ഞാൻ വന്നത്. എന്റെ കാട്ടി കൂടുതൽ ചെയ്യുന്നെങ്കിൽ ഞാനാ കുറയണ്ടേ, അവിടെ വളരണം. സ്തോത്രം. അപ്പോഴ് ദൈവ മക്കൾക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കാൻ, റെസ്പെക്ട് ചെയ്യുവാൻ കഴിയും. ആര് വരണം? പരിശുദ്ധാത്മാവ് നമ്മളെ ഭരിക്കണം. പരിശുദ്ധാത്മാവ് ഭരിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവ് ഭരിക്കുന്ന മറ്റുള്ള ദൈവമക്കളെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്നേഹിക്കാനും റെസ്പെക്ട് ചെയ്യാനും ബഹുമാനിക്കാനും സ്വീകരിക്കാനും കഴിയും. ഇന്ന് പലയിടത്തും ദൈവമക്കളെന്ന് പേരേ ഉള്ളൂ, എന്തില്ല? പരിശുദ്ധാത്മാവില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റാത്തത്, ചേർക്കാൻ പറ്റാത്തത്, സ്തോത്രം, അംഗീകരിക്കാൻ പറ്റാത്തത്. കാര്യം എന്തുവാ? പരിശുദ്ധാത്മാവിന്റെ എതിരുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പറച്ചിലേ ഉള്ളൂ, പലർക്കും എന്തില്ല? ദൈവമായിട്ട് പ്രവർത്തിയില്ല. ഇന്ന് പ്രിയ മക്കളെ, നമ്മളെ സഭയ്ക്കകത്ത് ദൈവമക്കൾ പരസ്പരം ഐക്യതയും സ്നേഹവും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്ത് ചെയ്യണം? റെസ്പെക്റ്റും ബഹുമാനവും സ്നേഹവും കൂട്ടായ്മ പ്രാർത്ഥനയും ഉണ്ടാവണം. അതാണ് സ്വർഗത്തിലെ ദൈവസഭയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വെക്കല്ലേ? പിണക്കമോ ദേഷ്യമോ ഒന്നും വെക്കല്ലേ. പിണക്കോ ദേഷ്യമോ ഒന്നും വെക്കല്ലേ. ഒരു പാത്രത്തിന്റെ ആവശ്യം ആ കാഴ്ചപ്പാടോട്, ആ ഭയത്തോടായിരിക്കണം ആരെത്തിരിക്കേണ്ടത്? ദൈവത്തോട് ഇരിക്കേണ്ടത്. ഇപ്പോഴും യോജിപ്പോടായിരിക്കണം. നമ്മൾ ആരാ? ദൈവത്തിന്റെ കൂടപ്പിറപ്പുകളാണ്. ദൈവം ഒന്നിപ്പിച്ചതാണ്. സ്തോത്രം. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക, ഏറ്റെടുക്കേണ്ടവരെ ഏറ്റെടുക്കുക. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാത്തിനും ഉപരിയായി യേശു ക്രിസ്തു എന്ന് പറയുന്ന പ്രമാണത്തെ പ്രകാരം ജീവിക്കുക. എങ്കിൽ ദൈവം നിശ്ചയമായി ദൈവമക്കളെ അനുഗ്രഹിക്കും. സ്തോത്രം. യേശുപതൻ വന്നപ്പോൾ പറഞ്ഞു, ഭൂതമാന്ന് പറഞ്ഞു. യേശുപതൻ നടക്കാൻ പറഞ്ഞപ്പോഴാ യേശുപതനാന്ന് മനസ്സിലായത്. ഇന്ന് പലർക്കും പലതും വേണം യേശുപതനെന്ന്. പക്ഷെ എന്തില്ല? യേശുപതന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ജീവിക്കാൻ പറ്റില്ല. ജീവിക്കാത്തവരെ ആർക്ക് വേണ്ട? യേശുപതന് വേണ്ട. ജീവിക്കുന്നവരെ ആർക്ക് മതി? സാക്ഷിയായിട്ട് ജീവിക്കാം. ആർക്ക് വേണ്ടി? കർത്താവായ യേശുവിന് വേണ്ടി. അങ്ങനെ ജീവിക്കുന്ന ദൈവമക്കളെ നിശ്ചയമായി അവരുടെ പേര് ആര് മാറ്റും? കർത്താവ് മാറ്റും. പെന്തക്കോസ്ത് നാളിൽ 120 പേർ വേർവിട്ടിരുന്നു. കേൾക്കാൻ നല്ല രസമാണ്, വായിക്കാൻ നല്ല രസമാണ്, ഇല്ലയോ? കേൾക്കാനും വായിക്കാനും നല്ല രസമാണ്. വേർവിട്ടിരുന്നു. അതിനകത്തൊരു പദമുണ്ട്, ചില കട്ടിയുള്ള കാര്യമാണ്. സകലതിനെയും വേർവിട്ടിരുന്നു. ഞാൻ വേർവിട്ടിരുന്നോ? ഞാൻ വിട്ടിട്ടാണോ നിൽക്കുന്നേ? വിട്ടിട്ടാണെങ്കിലേ പ്രാപിക്കാൻ പറ്റും. വിട്ടിട്ടാണെങ്കിലേ പ്രാപിക്കാൻ പറ്റും, അല്ലാതെ വിട്ടാതെ പ്രാപിക്കാൻ പറ്റുമോ? വേർവിട്ടിരുന്നു. അവർ പ്രാപിച്ചപ്പോൾ പത്രോസ് അടുത്തൊരു പുറത്തു വരുന്നു. പ്രാപിച്ചവൻ പുറത്തു വരുന്നു. പറയുക, ആകാശത്തിന് മേലിലും ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മേലിലും ഒരുവൻ മാത്രമേ ഉള്ളൂ, മറ്റൊരുത്തിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. എവിടെ വെളിപ്പെട്ടു? യേശു ക്രിസ്തു അങ്ങോട്ട് വെളിപ്പെട്ടു. പിന്നെ അവിടെ സ്വത്തോ പണമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രതാപത്തിനോ ഒന്നുമല്ല പ്രാധാന്യം. അവിടെ പ്രാധാന്യം മൊത്തവും ആർക്ക് വേണ്ടിയാ? യേശു ക്രിസ്തുവിന്. അതിനുവേണ്ടി യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കേണ്ട അവസ്ഥ വന്നപ്പോ യേശു ക്രിസ്തുവിന്റെ സ്ഥാനം വിട്ട് അല്ലെങ്കിൽ പാത വിട്ട് ഓടിപ്പോയവനാ, മാറിപ്പോയവനാ മടങ്ങി വന്നേക്കുക എന്ന് പറയുക. ഈ യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. അത് വാക്കുകൊണ്ടല്ല പറയുന്നത്, പ്രവൃത്തി കൊണ്ട് പറയുക. കാര്യം എന്തുവാ? 120 പേർ വേർവിട്ട്. ഒരു ദിവസമല്ല ഇരുന്നേ, ഒരാഴ്ചയല്ല ഇരുന്നേ, ദിവസങ്ങൾ അവർ വേർവിട്ട് ആരെ ഭയപ്പെട്ട്, ചുറ്റുവട്ടം ഭയപ്പെട്ട്, ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് വേർവിട്ട്, എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും വേർവിട്ട് എവിടെ ഇരുന്നു? ദൈവസന്നിധിയിരുന്നു. അവിടാണ് ആരിറങ്ങി വന്നത്? ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. അപ്പോഴാണ് അവർ പ്രാപിച്ചത്. അപ്പോഴാണ് അവർ പുറത്തു വന്നിട്ട് പറയുക, മറ്റൊരുത്തിൽ രക്ഷയില്ല. ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മേലിലും ഒരു നാമം മാത്രമേ രക്ഷിക്കപ്പെടുവാൻ, അത് യേശു എന്ന നാമമാണ്. സ്തോത്രം. പ്രിയ മക്കളെ, ഇന്ന് വേർവിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വേർപാടോട് പൂർണ്ണമായിട്ട് ഇറങ്ങി വരണം. അതിനകത്ത് പിന്നെ എല്ലാവരും ഒന്ന് കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതുകൊണ്ട് ദൈവം മുമ്പേ പറയുന്നത്, നിങ്ങൾ ബലപ്പെട്ടോ പ്രതികൂലം വരും. പതറിപ്പോവല്ലേ, ബലപ്പെട്ടോ നിങ്ങൾക്ക് പ്രതികൂലം വരും. പ്രതികൂലം വന്നാൽ നിങ്ങൾ വീട് പോകാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് വീണ്ടും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം.
കർത്താവ് എന്നെ വസിക്കുന്നതിന്റെ കർത്താവിന് തരാൻ കഴിയാത്ത ഒന്നുമില്ല. പത്രോസിനെ കടലിൽ കൂടെ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബത്തെ ദൈവം ഉയർത്തും. അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ഇതെല്ലാം അങ്ങോട്ട് ദൂത് ഏറ്റെടുക്കേണ്ടത്. ഞാൻ വിദേശത്ത് പോകും, അല്ലെങ്കിൽ ഞാൻ നന്മ പ്രാപിക്കും, എന്റെ കുടുംബം ദേശത്ത് മാനിക്കപ്പെടും, എനിക്കായിട്ടൊരു മേൽവിലാസം തരും, എനിക്കായിട്ടൊരു ഭവനം ദൈവം തരും, എനിക്കായിട്ടൊരു ജോലി ദൈവം തരും, എനിക്കായിട്ടൊരു വരുമാനം ദൈവം തരും. കാര്യം ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. കർത്താവ് എന്നെ അനുഗ്രഹിച്ചേ ഞാൻ വിടത്തുള്ളൂ. എന്റെ കർത്താവിന് മാത്രമേ എന്നെ അനുഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. എനിക്ക് തരുന്നത് ഞാൻ കർത്താവിന് കൊടുക്കും. അത് ഹൃദയം കൊണ്ട് മനസ്സ് തുറന്ന് ഞാൻ കൊടുക്കും. അതിന്റെ നന്മ ഞാനും എന്റെ കുടുംബം അനുഭവിക്കും. അപ്രകാരം കൊണ്ട് പ്രാർത്ഥിച്ചു നോക്ക്, അപ്രകാരം ഒന്ന് സമർപ്പിച്ചു നോക്ക്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിശ്ചയമായി സ്വർഗത്തിലെ ദൈവം എന്നെ നിന്നെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഇന്ന് പകലൊന്ന് പൂർണ്ണ ഹൃദയത്തോടെ ഏൽപ്പിക്ക്. വേർവിട്ട് ഞാനും എന്റെ കുടുംബം ദൈവത്തിന് വേണ്ടി ജീവിക്കും, ദൈവത്തിന് വേണ്ടി ജീവിക്കും. ഉറപ്പാ എനിക്ക് ആ ജീവിതം മതി. ആ ജീവിതപ്രകാരത്തിന് ഞാൻ ഇറങ്ങി തിരിച്ച് ഇന്ന് പൂർണ്ണ ഹൃദയത്തോട് നീ സമർപ്പിച്ചു ഇറങ്ങുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, ദൈവം നിശ്ചയമായി നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ദൂതുകളെ കൊണ്ട് വെളിപ്പെടട്ടെ. കേട്ട ദൈവത്തിന്റെ വചനത്തെ തിരിച്ചറിയട്ടെ. പിശാചിന്റെ പ്ലാനിനെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവത്തിന്റെ പ്രവൃത്തി എനിക്ക് തിരിച്ചറിയാൻ പറ്റും. കാര്യം ദൈവത്തിന്റെ പൈതല. പിശാചിന്റെ പ്ലാനിൽ വീഴാനല്ല ദൈവം എന്നെ വിളിച്ചത്. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജീവിക്കാനാണ് വിളിച്ചത്. ആ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ഞാനും എന്റെ കുടുംബവും ജീവിക്കും. ദൈവത്തിന്റെ വാഗ്ദത്തവും നന്മയും അനുഗ്രഹവും ഞാനും എന്റെ കുടുംബവും പ്രാപിക്കും. ഹൃദയത്തോടെ ഏൽപ്പിക്കുക. ദൈവസനയോട് ഏൽപ്പിക്കുക. എല്ലാവരും ദൈവസനെ എഴുതിക്കുക. ദൈവസനിലേക്ക് ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പകല ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൂതുകളും വെളിപ്പെടാട്ട്. ഓരോ കുടുംബത്തിനകത്തും ആ ദൈവത്തിന്റെ കൃപയൊന്ന് വെളിപ്പെടാട്ട്. പൂർണ്ണ ഹൃദയത്തോട് ഇന്ന് പകലൊന്ന് ഏൽപ്പിച്ചുകൊണ്ട് എന്റെ കർത്താവിനെ വിളിച്ചത്, എന്റെ കർത്താവിനെ തെരഞ്ഞെടുത്തത്, എന്റെ കർത്താവിനെ അനുഗ്രഹിച്ചത് ഇന്ന് പകലൊന്ന് കുടുംബത്തിനകത്തൊന്ന് വെളിപ്പെടാട്ടെ, വെളിപ്പെടാട്ടെ, വെളിപ്പെടാട്ടെ. ഞാനും എന്റെ കുടുംബം ഒന്ന് അനുഭവിക്കട്ടെ. അതിന്റെ തടസ്സങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒന്ന് മാറട്ടെ. ഓരോ കുടുംബത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിന്റെ ആലോചന ഓരോ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ടെ. ഇന്നത്തെ പ്രാർത്ഥന ഞങ്ങൾ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാവട്ടെ. ഇന്നത്തെ പ്രാർത്ഥന ഞങ്ങൾ ജീവിതത്തിനകത്ത് ഒരു അനുഗ്രഹമാവട്ടെ. ഓരോ കുടുംബത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവരുടെ വെളിപ്പെടാട്ടെ, വെളിപ്പെടാട്ടെ, വെളിപ്പെടാട്ടെ. എന്റെ യേശുവിന്റെ ശക്തി നിറങ്ങട്ടെ. ഓരോ കുടുംബവും അഭിഷേകത്താൽ നിറയപ്പെടാട്ടെ. ഓരോ കുടുംബം പരിശുദ്ധാത്മാവിനെ നിറയപ്പെടാട്ടെ. ഈ മൺകൂടാരത്തിനകത്ത് യേശു വസിക്കുന്ന മൺകൂടാരത്തിനകത്ത് ഇന്ന് ദൈവത്തിന്റെ ആത്മാ പ്രകാശം വെളിപ്പെടാട്ടെ. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടാട്ടെ. ദൈവത്തിന്റെ ശക്തമേറിയ മറുപടികൾ ഇന്ന്